ആകയാൽ എന്ത് സഹോദരന്മാരെ നാം തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും ദൈവനാമഹത്വത്തിന് വേണ്ടിയല്ലേ. അതാണ് നമ്മുടെ ഗൈഡിങ് പ്രിൻസിപ്പിൾ. പല്ല് തേച്ചാൽ ദൈവനാമഹത്വപ്പെടുമോ? ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ ദൈവനാമഹത്വപ്പെടുമോ? കാപ്പി കുടിച്ചാൽ ദൈവനാമഹത്വപ്പെടുമോ? എഴുന്നേറ്റ ഉടനെ ഒരു വാക്ക് പ്രാർത്ഥിച്ചാൽ ദൈവനാമഹത്വപ്പെടുമോ? അതോ കഴുകി വല്ലതുമൊക്കെ തേച്ച് വന്ന് ബൈബിളൊക്കെ എടുത്ത് 1 മണിക്കൂർ 2 മണിക്കൂർ വായിച്ച് പ്രാർത്ഥിച്ച്, ഓരോരുത്തർക്കും ഓരോ ശീലമുണ്ട്. പക്ഷെ ഇതിനൊക്കെ ഒരു ഗൈഡിങ് പ്രിൻസിപ്പിൾ. ഈ ഗൈഡിങ് പ്രിൻസിപ്പിൾ ഇല്ലാത്ത ആളുകൾക്ക് അവർ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയോ തെറ്റോ എന്നവർക്ക് നിശ്ചയിക്കാനുള്ള മാർഗം ഇല്ല. ഞാനൊരു കാര്യം ചെയ്താൽ അത് ദൈവസന്നിധിയിൽ സ്വീകാര്യമാകുമോ, ദൈവം അത് അംഗീകരിക്കുമോ, വചനപ്രകാരം അത് ശരിയാണോ തെറ്റാണോ എന്ന് നിശ്ചയിക്കാനുള്ളതായിരിക്കുന്ന ഒരു ഫോർമുല എനിക്കില്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് എനിക്ക് യാതൊരു വിധമായിരിക്കുന്ന വ്യക്തമായ ധാരണകളുമില്ല. ആ ദൈവം അംഗീകരിച്ചില്ല. അങ്ങനെയുള്ള ഒരു നാട്ടു നടപ്പനുസരിച്ചാണ് സാറ് ജീവിക്കുന്നത്. നാട്ടു നടപ്പ് അല്ലെങ്കിൽ ജനിച്ചപ്പോൾ തുടങ്ങി വീട്ടിൽ നൽകിയതായിരിക്കുന്ന പരിശീലനമൊക്കെ അനുസരിച്ച് ജീവിക്കുന്നു. അതിന് തെറ്റെന്നോ ശരിയെന്നോ ഒന്നും അവർ വിവേചിക്കുന്നില്ല. പക്ഷെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ എന്ത് ചെയ്താലും ശരിയോ തെറ്റോ ദൈവനാമ മഹത്വത്തിന് ഇടയാകുമോ ഇല്ലയോ എന്നിങ്ങനെയുള്ളതായിരിക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ച് വിവേചിച്ചിട്ട് വേണം മുന്നോട്ട് പോകാൻ. അങ്ങനെ എത്ര പേര് കാര്യങ്ങൾ ചോദിച്ച് വിവേചിച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. അങ്ങനെ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയും. അല്ല നമ്മൾ ചെയ്യുന്നതെങ്കിൽ അത് നമുക്ക് തീർച്ചയായിട്ടും അനുഗ്രഹത്തിന് കാരണമായി തീരുകയില്ല. അനുഗ്രഹത്തിന് കാരണമായി തീരണമെങ്കിൽ ഈ വിവേചനം നമുക്ക് ആവശ്യം. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണോ അല്ലയോ എന്ന് വിവേചിക്കാനായിട്ട് ദൈവവചനം നമുക്ക് നൽകിയിട്ടുണ്ട്. ആ ദൈവവചനത്തിലെ ഏറ്റവും അതിപ്രധാനമായിരിക്കുന്ന ഗൈഡിങ് പ്രിൻസിപ്പിൾസ് ആയിട്ട് നൽകിയിട്ടുള്ളത് 10 കൽപ്പനകളാണ്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ആവർത്തിച്ചിട്ടുള്ള, പുതിയ നിയമത്തിൽ അതിൽ 9 കൽപ്പന ആവർത്തിച്ചിട്ടുണ്ട്. അതിന് പകരം ഒരു പുതിയ കൽപ്പന നൽകിയിട്ടുണ്ട്. അപ്പൊ ഈ 10 കൽപ്പനകളാണ് നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും ശരിയോ തെറ്റോ എന്ന് വിവേചിക്കുന്നത്. അത് ബോധപൂർവം ഈ 10 കൽപ്പനകൾ നമ്മൾ അപ്ലൈ ചെയ്യണം. ഇന്നത്തെ ചെറുപ്പക്കാരോട് ഈ 10 കൽപ്പനകൾ പറയാനായിട്ട് പറഞ്ഞാൽ പോലും അവർക്ക് അറിയില്ല. 10 കൽപ്പനകൾ മുഴുവനും തെറ്റുകൂടാതെ പറയാവുന്നവരാരെങ്കിലും ഉണ്ടോ ഇവിടെ? എഴുന്നേറ്റ് നിന്നോ? 1, 2, 3, 4 അറിയാവുന്നവർ കാണും പലരും. നമ്മൾ അറിഞ്ഞിരിക്കുന്ന നല്ലതാണ്. ന്യായപ്രമാണം നമുക്കുള്ളതല്ല എന്ന ഒരു പൊതുവായ പ്രമാണമുണ്ട്. ന്യായപ്രമാണം നമുക്കുള്ളതല്ല, ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികൾ ആശ്രയിക്കുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവനാണ്. പക്ഷെ അവിടെ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികൾ എന്ന് പറഞ്ഞത് സെറിമോണിയൽ ലോസിനെ കുറിച്ചാണ്, മോറൽ ലോയെ കുറിച്ചല്ല, ധാർമ്മിക നിയമങ്ങളെ കുറിച്ചല്ല, അതിന്റെ ആചാര നിയമങ്ങളെ കുറിച്ചാണ്. പരിച്ഛേദന തുടങ്ങിയുള്ള ആചാര നിയമങ്ങളുണ്ട്. ശബത്ത് ആചരണം, പരിച്ഛേദന ആചരണം, ആഹാര സംബന്ധിച്ചുള്ള ആചരണം, ശുദ്ധീകരണ നിയമങ്ങൾ സംബന്ധിച്ചുള്ള ആചരണങ്ങൾ, അതിനെക്കുറിച്ചാണ്. രക്ഷയ്ക്ക് വേണ്ടി ഈ ആചാര നിയമങ്ങളിൽ ആശ്രയിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. എന്നാൽ ധാർമ്മിക നിയമങ്ങൾ എല്ലാവരും ചെയ്യണം. കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്, വ്യഭിചാരം ചെയ്യരുത് പറയുന്നതായിരിക്കുന്ന നിയമങ്ങൾ എല്ലാവരും പാലിക്കാൻ കടപ്പെട്ടവരാണ്. നമുക്ക് റോമാലേഖനം 15-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യവും 1 കൊരിന്തി 10-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യവും പ്രാരംഭമായിട്ട് വായിക്കാം. മുന്നെഴുതിയിരിക്കുന്നതൊക്കെ എന്തിനാ എഴുതിയിരിക്കുന്നത്? എന്തിനാന്ന് വായിച്ച് നമുക്ക് ബുദ്ധിപദേശത്തിനും നമുക്ക് തെറ്റുപറ്റാതിരിക്കാനായിട്ട് നമുക്ക് ബുദ്ധിപദേശത്തിനായിട്ടാണ് മുന്നെഴുതിയിരിക്കുന്നത്. പഴയ നിയമത്തെ കുറിച്ച് പറയുന്നത്. പഴയ നിയമം മുഴുവൻ എഴുതി വെച്ചിരിക്കുന്നതിന്റെ കാര്യം ഈ 66 പുസ്തകങ്ങളുള്ളതായിരിക്കും ഒരു ബൈബിൾ നമുക്ക് തരാന് 39 പുസ്തകങ്ങൾ പഴയ നിയമത്തില് നമുക്ക് തരാൻ കാരണം എന്ന് പറയുന്നത് നമുക്ക് ബുദ്ധിപദേശം. അതിൻ്റെ അകത്ത് നിറച്ച് ബുദ്ധിപദേശങ്ങളാണ്. 10 കൽപ്പനകളെ സംബന്ധിച്ചും ജീവിതശൈലികളെ കുറിച്ചും ഒക്കെ ഇസ്രായേൽ മക്കളെ എന്ത് ചെയ്തു, എന്ത് ചെയ്തില്ല, എവിടെ തെറ്റിപ്പോയില്ല എന്നറിയാൻ വേണ്ടിയാണ്. അപ്പോ നമുക്ക് അബ്രഹാമിനെ പോലെയും ഇസ്ഹാക്കിനെ പോലെയും മോശയെ പോലെയും യോസഫിനെ പോലെയും ദാനിയേലിനെ പോലെയും നെഹമ്യാവിനെ പോലെയും ഒക്കെ ജീവിക്കണമെങ്കിൽ ഈ പഴയ നിയമം വായിച്ചു നോക്കിയെങ്കിൽ ഒക്കത്തുള്ളൂ. അവരെങ്ങനെയാ അത് ബൈബിൾ കൈകാര്യം ചെയ്തത്? അവരെങ്ങനെയാ പഴയ നിയമം കൈകാര്യം ചെയ്തത്? അവരതിനോട് എങ്ങനെയാ പ്രതികരിച്ചത്? സാഹചര്യങ്ങളെ അവരെങ്ങനെയാണ് വിലയിരുത്തിയത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയെങ്കിലേ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നമ്മൾ തോന്നിയ പോലെ ജീവിക്കും. പ്രത്യേകിച്ച് വിജാതിയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്നവരാണ് നമ്മളെന്ന് പറയുന്ന ആളുകൾ. നമ്മൾ യഹൂദന്മാരല്ല. നമ്മൾക്ക് അതുകൊണ്ട് ജാതികൾ രക്ഷിക്കപ്പെട്ടു വന്നപ്പോൾ വല്ല പ്രമാണവും ഉണ്ടോ? ഒരു പ്രമാണവും. ജാതികൾക്ക് 10 കൽപ്പന എന്ന് പറഞ്ഞൊരു കൽപ്പനയില്ല. അവർക്ക് തദ്ദേശീയമായിരിക്കുന്ന ചില ആചാരങ്ങൾ അനുസരിച്ചാണ്. ഇപ്പൊ കുഞ്ഞുങ്ങളെ ബലി കഴിക്കുന്നതായിരിക്കുന്ന ഇടങ്ങളുണ്ട്. അവർക്ക് തെറ്റൊന്നുമല്ല. ബഹുഭാര്യത്വം ഉണ്ടായിരുന്ന സ്ഥലങ്ങളുണ്ട്, ഇപ്പോഴും ഉണ്ട്. അതൊന്നും അവർക്ക് തെറ്റൊന്നുമല്ല. രക്തബന്ധത്തിലുള്ളവരെ വിവാഹം കഴിക്കുന്ന രീതികൾ ഇന്നും ഇന്ത്യയിലുണ്ട്. അതൊന്നും അവർക്ക് തെറ്റല്ല. വിഗ്രഹങ്ങൾക്ക് ഭൂതങ്ങൾക്ക് ബലി കഴിക്കുന്നവരുണ്ട്. അതൊന്നും അവർക്ക് തെറ്റല്ല.
അതൊന്നും ഏതെങ്കിലും പ്രമാണമോ ദൈവത്തിന്റെ കൽപ്പനയോ ഒന്നും വെച്ചല്ല അവർ ചെയ്യുന്നത്. അവർ പാരമ്പര്യമായി ചെയ്തു വരുന്നതായിരിക്കുന്ന അവരുടെ അന്ധവിശ്വാസത്തിന്റെ ഭാഗങ്ങളാണ്. നാം അത് കോപ്പി ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് നമുക്ക് ഈ പഴയ നിയമം മുഴുവൻ എഴുതി തന്നിരിക്കുന്നത്. കാരണം നാം അങ്ങനെ ജീവിക്കാൻ കടപ്പെട്ടവരല്ല. പഴയ നിയമത്തിലെ പ്രമാണങ്ങളെല്ലാം ഈ 10 കൽപ്പനകളിലാണ്. 10 കൽപ്പനകളെ കർത്താവിന് 2ആയിട്ട് ചുരുക്കിയിട്ടുണ്ട്. ചുരുക്കി എന്ന് പറഞ്ഞാൽ 8 മാറ്റിക്കളഞ്ഞു എന്നല്ല, ഒന്ന് സമ്മറൈസ് ചെയ്ത് നമുക്ക് വേണ്ടി തന്നു. എന്നാൽ ഈ കൽപ്പനകളെല്ലാം നമുക്ക് ബാധകമാണ്. അതിൽ ശാബത് എന്നുള്ളതായിരിക്കുന്ന ശാബതാചരണം മാത്രമേ ഉള്ളൂ പുതിയ നിയമത്തിൽ ആവർത്തിച്ചിട്ടില്ലാത്തത്. അത് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. വാവ് നോക്കുക, ശാബത മുതലായിരിക്കുന്ന കാര്യങ്ങളിൽ ആരും നിങ്ങളെ ഇനി വിധിക്കാൻ പാടില്ല. അതൊക്കെ വരാനിരുന്നവയുടെ നിഴലുകൾ അത്രേ. നിഴല് പൊരുൾ വന്നു കഴിഞ്ഞു, ഇനി നിഴലിന്റെ പുറകെ പോകേണ്ട ആവശ്യമില്ല. അപ്പൊ അത് വ്യക്തമായി നമ്മോട് പറഞ്ഞു കഴിഞ്ഞു. അതിന് പകരമാണ് ആഴ്ചവട്ടത്തിന് 1-ാം നാൾ നമുക്ക് തന്നിരിക്കുന്നത്. പഴയ നിയമത്തിലെ എങ്ങനെ ശബത്തിനെ കുറിച്ച് സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളൂ അതുപോലെ നമ്മോടും പറഞ്ഞിട്ടുണ്ട്. സഭായോഗം ലക്ഷ്യമായി വിചാരിക്കരുത്, ആഴ്ചവട്ടത്തിന് 1-ാം നാൾ അവരെ കൂടി വന്ന കാര്യവും നാം അങ്ങനെ കൂടി വരുന്ന കാര്യവും അപ്പം നുറുക്കുന്ന കാര്യവും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കും ഒരു ദിവസമുണ്ട്. കർത്താവും അപ്പോസ്തലന്മാരും വളരെ സ്ട്രിക്റ്റ് ആയിട്ട് സിനഗോഗുകളിൽ പോയിരുന്നു. പതിവ് പോലെ അവൻ പള്ളിയിൽ ചെന്നു എന്നാണ് കർത്താവിനെ പറ്റി പലയിടത്തും പറയുന്നത്. പതിവ് പോലെ അവൻ പള്ളിയിൽ ചെന്നു. പതിവ്, അതായിരുന്നു അവരുടെ പതിവ്. അവരന്ന് യഹൂദന്മാരും യഹൂദ സിസ്റ്റത്തിലുമാണ് ജീവിച്ചത്. അതുകൊണ്ട് അവര് അങ്ങനെ ചെന്നിരുന്നു. ഒരുപാട് ഭാഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് പതിവ് പോലെ. ലൂക്കോസ് 6:6, 13:10, മർക്കോസ് 6:2, ലൂക്കോസ് 4:16, അപ്പോസ്തല പ്രവൃത്തി 13:14, 16:13, 17:2, 18:8, ഇങ്ങനെ ഒരുപാട് ഭാഗങ്ങളിലെ അപ്പോസ്തലന്മാരും കർത്താവ് പതിവ് പോലെ അവൻ ദൈവാലയത്തിൽ ചെന്നത്, ആ പള്ളിയിൽ ചെന്നു. പതിവ് പോലെ പള്ളിയിൽ ചെന്നു. പള്ളി എന്ന് പറയുന്ന സുനഗോഗും ദൈവാലയം എന്ന് പറയുന്ന യെരൂശലേമിന്റെ ടെമ്പിളുമാണ്. അതിന്റെ പാറ്റേണിലാണ് ഏതാണ്ട് നമ്മുടെ തദ്ദേശീയ സഭകളും അതുപോലെ കർത്താവിന്റെ സാർവത്രിക സഭയിൽ രൂപപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാ യഹൂദന്മാരെയും ഉൾക്കൊള്ളുന്നതായിരുന്നു യെരൂശലേമിലെ ദൈവാലയം. എന്നാൽ അതാത് ദേശങ്ങളിൽ വസിക്കുന്നതായിരിക്കുന്ന യഹൂദന്മാർക്ക് ഒരുമിച്ച് കൂടി ആരാധിക്കുന്നതായിരുന്നു അവരുടെ പള്ളികൾ, സുനഗോഗുകൾ. ഇന്ന് നമുക്കങ്ങനെയാണ്. സ്ഥലം സഭകൾ എന്ന് പറഞ്ഞാൽ അതാത് ദേശങ്ങളിൽ വസിക്കുന്നതായിരിക്കുന്ന വിശ്വാസികൾക്ക് ഒരുമിച്ച് വരാനുള്ളതായിരിക്കുന്ന സ്ഥലങ്ങളാണ്. അവിടെ പതിവായിട്ട് പോകുന്നതായിരിക്കുന്ന ഒരു സിസ്റ്റം അവർക്കുണ്ടായിരുന്നു. ഞായറാഴ്ച ദിവസത്തെ ആരാധന എന്ന് പറയുന്നത് പുതിയ നിയമ വിശ്വാസികളായിരിക്കുന്ന നാം അത് ആരംഭിച്ചത് കർത്താവ് ഉയർത്തുന്നതിന്റെ ദിവസം തന്നെയാണ്. അതുവരെ സ്ഥിരമായിട്ട് ശാബത്ത് ദിവസങ്ങളിൽ പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നതായിരിക്കുന്ന യഹൂദന്മാർ എന്ത് ചെയ്തു? കർത്താവ് ഉയർത്തെഴുന്നേറ്റ ദിവസം തന്നെ അവര് ആ ആഴ്ചവട്ടത്തിന് 1-ാൾ തന്നെ മീറ്റിംഗ് തുടങ്ങി. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിന് 19-ാം വാക്യം വായിച്ച് 11 അപ്പോസ്തലന്മാർ കൂടി എന്താ ചെയ്തത്? സഭയെന്ന് പറയുന്നത് 2-3 പേർ കർത്താവിന്റെ നാമത്തിൽ കൂടി വരികയും കർത്താവിന്റെ മധ്യേ വരികയും ചെയ്യുന്നതാണ്. 11 അപ്പോസ്തലന്മാർ എന്ത് ചെയ്തു? ആഴ്ചവട്ടത്തിന് 1-ാം നാളായ ദിവസം, ശനിയാഴ്ച അവരൊക്കെ സുനഗോഗിൽ പോയി കാണും. പക്ഷെ ഞായറാഴ്ച കർത്താവ് ഉയർത്തുന്നതിന്റെ ദിവസം അവർ പറഞ്ഞു, നമുക്ക് ഇനിയിപ്പോ സഭായോഗം കൂടി വെക്കുന്നു. അവരൊരുമിച്ച് കൂടി. കർത്താവ് അവരുടെ മധ്യത്തിൽ വന്നു. 26-ാമത്തെ വാക്യം വായിച്ച അതേ അധ്യായത്തിന്റെ 8 ദിവസം കഴിഞ്ഞെന്ന് പറഞ്ഞാൽ എന്താണ്? ഞായർക്ക് ഞായറെട്ടാണ്, അങ്ങനെ പറയില്ലേ? ആദ്യം അവരാഴ്ചവട്ടത്തിന് 1-ാം നാൾ കൂടി, പിന്നെ 8 ദിവസം, അതായത് അടുത്ത ഞായറാഴ്ച അവർ വീണ്ടും കൂടി. ആദ്യത്തെ ദിവസം തോമസ് ഇല്ലായിരുന്നു, 10 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്രാവശ്യം തോമസും വന്നു. അവരൊരുമിച്ച് കൂടി. ആ മീറ്റിംഗ് അങ്ങ് കൂടുകയാണ്. ആരംഭിച്ചവിടെ സഭായോഗം, ഞായറാഴ്ചയുള്ള സഭായോഗം അവരങ്ങ് ആരംഭിച്ചു. 20-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം വായിച്ച് അപ്പോസ്തല പ്രവൃത്തി 20:7. ആഴ്ചവട്ടത്തിന് 1-ാം നാൾ അപ്പം നുറുക്കുവാൻ കൂടി വന്നു. കണ്ടില്ലേ? 1 കൊരിന്ത്യർ 16:1-2 വായിച്ച്. അപ്പൊ അവിടെ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ തോറും എന്നാണ്. എല്ലാ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളും, എല്ലാ ഞായറാഴ്ചയും എന്ന് നമ്മുടെ ഭാഷ പറഞ്ഞു. അപ്പൊ അതവരുടെ പതിവ് കൂടി വരവായി. അപ്പോസ്തല പ്രവൃത്തികളൊക്കെ വായിക്കും. യഹൂദന്മാരാണ് യെരൂശലേമിലുള്ളത്. അവർ ശാബത ആചരിച്ചു വന്ന ആളുകളാണ്. പക്ഷെ അവർ മീറ്റിംഗ് എപ്പോൾ കൂടി? ഞായറാഴ്ച അവർ മീറ്റിംഗ് കൂടി. കർത്താവ് ഉയർത്തുന്നത് ഞായറാഴ്ചയായി. പിന്നെ ലോകമെമ്പാടും കൊരിന്തെന്നൊക്കെ പറയുമ്പോൾ യഹൂദന്മാരുടെ സമൂഹമല്ല, അതൊക്കെ ജാതികളുടെ പ്രധാന സമൂഹമാണ്. അവിടെയും ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ, ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ. അപ്പോൾ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ അപ്പം നുറുക്കാനായിട്ട് കൂടി വരിക. എഫെസോസിൽ കൂടി വന്നു, കൊരിന്തിൽ കൂടി വന്നു, യെരൂശലേമിൽ കൂടി വന്നു, എല്ലായിടത്തും കൂടി വന്നു. ജാതികളെന്നോ യഹൂദന്മാരെന്നോ വ്യത്യാസം കൂടാതെ ഈ ശാബതാചരണം ഇങ്ങോട്ട് മാറി. അപ്പൊ ഞാൻ പറഞ്ഞത്, നമുക്ക് ഈ ശാബത നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്കുക എന്ന് പറഞ്ഞതായിരിക്കുന്ന ആ ഒരു കൽപ്പന പുതിയ നിയമത്തിൽ ആവർത്തിച്ചിട്ടില്ല. മറ്റു 9 കൽപ്പനകളും ആവർത്തിച്ചിട്ടുണ്ട്. ആവർത്തിച്ചെന്ന് മാത്രമല്ല, കുറച്ചുകൂടെ അത് വിശദമാക്കി തന്നിട്ടുണ്ട്. കൊല ചെയ്തെന്ന് കേട്ടിട്ടുണ്ടല്ലോ, എന്നാ ഞാനോ നിങ്ങളോട് പറയുന്നത്? വ്യഭിചാരം ചെയ്തെന്ന് കേട്ടിട്ടുണ്ടല്ലോ, എന്നാ ഞാനോ നിങ്ങളോട് പറയുന്നത്? അപ്പോ അങ്ങനെ അത് കുറച്ചുകൂടെ അഡ്വാൻസ്ഡാണ്. എന്നാൽ ശാബത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ, പൗലോസ് അപ്പോസ്തലനൊക്കെ പറയുമ്പോൾ
ശാബദാചരണം മുതലായ ദിവസങ്ങൾ നോക്കുക, വാവുകൾ നോക്കുക, ശാബത് നോക്കുക, ഇങ്ങനെയുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ ആരും നിങ്ങളെ ന്യായം വിധിക്കാൻ പാടില്ല. അതൊക്കെ വരാനിരുന്ന ഇവിടെ നിഴലുകളാണ്. നിഴലുകൾക്ക് ഇന്ന് പ്രത്യേകത പ്രസക്തിയില്ല, പൊരുൾ വന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ പഴയ നിയമമൊക്കെ പ്രയോജനമില്ലെന്നല്ല. പഴയ നിയമത്തെക്കുറിച്ച് ന്യായപ്രമാണത്തെക്കുറിച്ചും പൗലോസ് തിമോത്തിയോസോട് പറഞ്ഞ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1 തിമോത്തിയോസ് 1-ാം 8 മുതൽ 11 വരെ വായിച്ചേ. ന്യായപ്രമാണത്തെക്കുറിച്ച് ഗ്രഹിക്കേണ്ട ഒരു കാര്യം, ന്യായപ്രമാണം ആർക്കു വേണ്ടിയല്ല, ആർക്കു വേണ്ടിയാണ്? ന്യായപ്രമാണം തന്നിരിക്കുന്ന ഭക്തന്മാർക്ക് വേണ്ടിയല്ല, പിന്നെ അവിടെ പറഞ്ഞിരിക്കുന്ന ലിസ്റ്റിൽപ്പെട്ടതായിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയാണ്. പക്ഷേ പൗലോസ് അത് പറഞ്ഞിട്ട് ഒരു കാര്യം എടുത്തു പറഞ്ഞു. എന്താണ്? എന്ന് ഗ്രഹിച്ചുകൊണ്ട് അതിനെ ന്യായോചിതമായി ഉപയോഗിച്ചാൽ ന്യായപ്രമാണം നല്ലത് തന്നെ. അതാണ് ന്യായപ്രമാണം ആർക്കു വേണ്ടി നൽകിയതാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അതിനെ ഉപയോഗിക്കും. ഇപ്പൊ നിങ്ങളെ ഒരു ആശുപത്രി ചെന്നാൽ ഡോക്ടർ ചെന്ന് കഴിയുമ്പോൾ ഡോക്ടർ പറയും നമുക്ക് ബ്ലഡ് ഒന്ന് പരിശോധിക്കാം, നമുക്ക് സ്റ്റൂൾ ഒന്ന് പരിശോധിക്കാം, യൂറിൻ ഒന്ന് പരിശോധിക്കാം, നമുക്ക് ഒരു എക്സ്റേ എടുത്ത് നോക്കാം, നമുക്ക് ഒരു MRI എടുത്ത് നോക്കാം, നമുക്ക് ECG നോക്കാം എന്ന് പറയുന്നു. ഈ MRI, ECGയും ബ്ലഡ് ടെസ്റ്റും ഒക്കെ ആർക്ക് വേണ്ടി? ആരോഗ്യമുള്ളവർക്ക് വേണ്ടിയോ രോഗികൾക്ക് വേണ്ടിയോ? അത് രോഗികൾക്ക് വേണ്ടിയാണ് വെച്ചിരിക്കുന്നത്. പക്ഷെ അതിനെ ന്യായോചിതമായി ഉപയോഗിച്ചാൽ നല്ലതാ. നമ്മളെ രോഗം ഉണ്ടെന്ന് വിചാരിച്ച് എന്നെടുത്ത് എക്സ്റേ എടുത്തപ്പോൾ നമ്മൾ വിചാരിച്ച പ്രശ്നമൊന്നും ഇല്ല. അതാണ് അത് ന്യായോചിതമായി ഉപയോഗിച്ചത്. ന്യായം കെട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ എന്താണ്? ആ എക്സ്റേയുടെ റേസ് നമ്മുടെ ശരീരത്തിലൂടെ ആവശ്യമില്ലാതെ കടത്തി വിട്ട് കഴിഞ്ഞാൽ നമുക്ക് അതുകൊണ്ട് പല വിധത്തിലുള്ളതായിരിക്കുന്ന പ്രശ്നങ്ങളുണ്ടാകും. അതുപോലെയാണ് ബ്ലഡ് ടെസ്റ്റ് എന്ന് പറയുന്നതാണ്. ഇതൊന്നും നീതിയുള്ളവർക്കും ആരോഗ്യമുള്ളവർക്കും വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതല്ല, അതെല്ലാം തെറ്റുകാർക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ 10 കൽപ്പനകൾ എന്ന് പറയുന്നതൊക്കെ എക്സ്റേയും ലാബ് ടെസ്റ്റും MRIയും കാറ്റ് സ്കാനും ഇതൊക്കെയാണ്. അതെല്ലാം അത് ആർക്ക് വേണ്ടിയാന്ന് ചോദിച്ചാൽ തെറ്റുള്ളവർക്ക്, രോഗികൾക്ക് വേണ്ടി, പാവം ചെയ്യുന്നവർക്ക് വേണ്ടി, കൽപ്പന ലംഘിച്ച് ജീവിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ്. നീതിയോടെ ന്യായത്തോടെ ജീവിക്കുന്ന ആളുകൾക്ക് വേണ്ടി എഴുതിയതല്ല അത്. പഴയ നിയമത്തിലെ യഹൂദന്മാരെ സംബന്ധിച്ചോളം അവരുടെ ജീവിതശൈലി നോക്കിയാൽ അറിയാം. ഈ വിധത്തിലുള്ള ടെസ്റ്റ് കൊണ്ടാണ് അവരെ കൂടെ പ്രവാചകന്മാർ അവരെ എന്ത് ബോധ്യപ്പെടുത്തിയത്? നിങ്ങൾക്ക് മാരകമായ രോഗമുണ്ട്, നിനക്ക് വ്യഭിചാരം എന്ന് പറഞ്ഞ രോഗമുള്ളയാളാണ്, നിനക്ക് കൊലപാതകം എന്ന് പറഞ്ഞ രോഗമുള്ളയാളാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്താനായിട്ട് ഉപയോഗിച്ചതായിരിക്കുന്ന വസ്തുക്കളാണ്. നമ്മൾ ജീവിക്കാൻ വേണ്ടി ആ പ്രമാണം ഉപയോഗിക്കണ്ട, പക്ഷെ ന്യായോചിതമായി ഉപയോഗിക്കണം. എന്നാൽ ഉപയോഗിക്കേണ്ട വിധത്തിൽ ന്യായപ്രമാണത്തെ ഉപയോഗിക്കണം. അതാണ്. അപ്പോൾ തെറ്റുകളിലേക്ക് പോകാതിരിക്കാനായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം. നമ്മുടെ കർത്താവ് പോയി ജീവിച്ചിരിക്കുന്ന കാലത്ത് പരീക്ഷന്മാരൊക്കെ വന്ന് കർത്താവിനെ പരിശോധിച്ചു, ന്യായപ്രമാണം സംബന്ധിച്ച് പല ചോദ്യങ്ങൾ ചോദിച്ചു. ഒരിക്കലും പരീക്ഷൻ വന്ന് ചോദിച്ചു, ഗുരു, ന്യായപ്രമാണത്തിലെ ഏറ്റവും വലിയ കൽപ്പന ഏതാണെന്ന് ചോദിച്ചു. കർത്താവ് എന്താ ഉത്തരം പറഞ്ഞത്? നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം, സേവിക്കണം എന്നുള്ളതാണ് എൻ്റെ. അത് എന്നിട്ട് കർത്താവ് ശ്വാസം വിടുന്നതിന് പറഞ്ഞു, അതുപോലെ തന്നെ നിന്റെ അയൽക്കാരനെയും നിന്നെ പോലെ തന്നെ. എന്നിട്ട് പറഞ്ഞു, ഈ 2 കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കും. മുഴുവൻ 39 പുസ്തകങ്ങളുടെ സാരാംശം എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തെ സ്നേഹിക്കണം, അയൽക്കാരനെ സ്നേഹിക്കണം. അതാണത് ന്യായോചിതമായി ഉപയോഗിച്ചതല്ലാണെന്ന് പറഞ്ഞു. പഴയ നിയമം മുഴുവൻ വായിച്ചിട്ട് നമ്മൾ പറയുകയാണ്, അപ്പൊ ഞാൻ ദൈവത്തെ സ്നേഹിക്കാൻ പോകും. അബ്രഹാം ദൈവത്തെ സ്നേഹിച്ചു, അതൊരു നീതിയായി കണക്കിട്ടു. മോശ ദൈവത്തെ സ്നേഹിച്ചു, പിന്നെ ജോസഫ് ദൈവത്തെ സ്നേഹിച്ചു, യാക്കോബ് ദൈവത്തെ സ്നേഹിച്ചു. അതൊക്കെ അവർക്ക് അനുഗ്രഹമായി. മരുഭൂമിയിൽ 6 ലക്ഷത്തിലധികം ആളുകൾ അലിഞ്ഞു നടന്നതിൽ അവരിൽ 99.99% ആളുകളും ദൈവത്തെ സ്നേഹിച്ചില്ല, കൽപ്പനകൾ അനുസരിച്ചില്ല. അതവർക്ക് ദോഷമായി കണക്കിട്ടു. 2 ആളുകൾ രക്ഷപ്പെട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവുക? അവരുടെ കൂട്ടത്തിൽ പെടാൻ പോവില്ല, ഈ 2 പേരുടെ കൂട്ടത്തിൽ പെടാൻ പോവുകയാണ്. ന്യായോചിതമായി ഇതിനെ ഉപയോഗിക്കണം. അപ്പൊ നമുക്കൊരു മാർഗദർശനമാണോ 10 കൽപ്പനകൾ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ന്യായോചിതമായി അതിനെ ഉപയോഗിച്ചാൽ നമുക്ക് പ്രയോജനം. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഇതിനെ ഉപയോഗിച്ചാൽ നമുക്കില്ല. രക്ഷ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവരിയിലുള്ള വിശ്വാസത്താൽ മാത്രമേ ഉള്ളൂ. പക്ഷേ ന്യായപ്രമാണം എന്താ ചെയ്യുന്നത്? നമ്മളെ തെറ്റുകളിൽ നിന്നും തടഞ്ഞു നിർത്തുന്നതാണ്. തെറ്റുകളിൽ നിന്നും കടഞ്ഞു നിർത്തുന്നത്. നമ്മുടെ പ്രവർത്തനങ്ങളിൽ തെറ്റ് കടന്നുകൂടാതിരിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് ഈ ന്യായപ്രമാണം എന്ന് പറയുന്നത്. അപ്പൊ 10 കൽപ്പനകൾ നന്നായി മനസ്സിലാക്കാതെ യാതൊരാൾക്കും പാപത്തെക്കുറിച്ച് ശരിയായി മനസ്സിലാക്കാനായിട്ടില്ല. പൗലോസ് പറഞ്ഞില്ലേ, ന്യായപ്രമാണം ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ പാപം എന്തെന്ന് അറിയയില്ലായിരുന്നവൻ. പാപം എന്താന്ന് മനസ്സിലാക്കിയത് തന്നെ ഈ 10 കൽപ്പനകൾ വന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. അല്ലെ ഞാൻ അറിയില്ല. ഇപ്പൊ 80 കിലോമീറ്റർ സ്പീഡിലായി തിരുവല്ലായിൽ നിന്ന് അങ്കമാലി വരെ ഓടിക്കുന്നത് ലംഘനമാണ് എന്ന് മനസ്സിലാക്കിയത് എപ്പോഴാന്ന് ചോദിച്ചാൽ സ്പീഡ് ലിമിറ്റ് 70 ആണെന്ന് അവിടെ എഴുതി വെച്ചപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെ ഒരു എഴുത്തില്ലാഞ്ഞ കാലത്ത് എനിക്കറിയില്ല 50 ഓടിച്ചാലും 100 ഓടിച്ചാലും ലംഘനമാണ്. കാരണം അത് അങ്ങനെ ഒരു നിയമം ഇവിടെ ഇല്ല. അവനവന്റെ യോഗ്യ ബുദ്ധി പോലെ അവനവൻ ഓടിക്കേണ്ട സ്പീഡിൽ ഓടിച്ചു. പക്ഷെ ഗവൺമെന്റ് ഒരു ബോർഡ് കൊണ്ടുവച്ചു, സ്പീഡ് ലിമിറ്റ്
70. അതാ ഒരു കൽപ്പന കൊണ്ടുവച്ചപ്പോ അപ്പൊ എനിക്കിന്ന് മനസ്സിലായി, അപ്പൊ ഞാൻ ഇതുവരെയും തെറ്റ് ചെയ്താ വന്നതല്ലേ. ഞാൻ 80-ലും 90-ലും ഓടിച്ചിട്ട് വന്നത്. ഇത് പറയുന്ന 70 സ്പീഡ് ലിമിറ്റ് എന്ന്. ഓ ദൈവമേ, അത് തെറ്റായി പോയത്. മോഹിച്ചുകൊണ്ടിരുന്ന ആളുകളെ മോഹിക്കുന്ന പാപമാണെന്ന് എപ്പോഴാ മനസ്സിലായത്? മോഹിക്കരുതെന്നുള്ള കൽപ്പന വന്നു കഴിഞ്ഞപ്പോ ഞാൻ എന്തായി ചെയ്തുകൊണ്ടിരുന്നത്? അയൽക്കാരന്റെ ആ നല്ലൊരു പറമ്പ് നിറച്ച് തെങ്ങ്, ഓരോ തെങ്ങയിലും തേങ്ങ കിടക്കുന്ന കണ്ടാൽ നമുക്ക് കൊതി വരും. അവന്റെ തൊഴുത്തിൽ വെച്ച് പശുക്കള്, എന്നോ പശുക്കളാ, അതിന് പശുവിനെ കൊടുക്കുമോ ഇല്ലയോ, ഈ പറമ്പ് കൊടുക്കുമോ ഇല്ലയോ? ഞാൻ അതിനെ മോഹിച്ചത് കിട്ടിയത് നന്നായിരുന്നു കർത്താവ്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പറമ്പാണെന്ന് മോഹിച്ച് നടക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അന്ന് വന്ന ഈ കൊയറ്റ എടുത്തപ്പോഴാണ് നിന്റെ അയൽക്കാരനുള്ളതൊന്നും നീ മോഹിക്കരുത്. എന്റെ കർത്താവ്, അപ്പൊ ഞാൻ ഈ കഴിഞ്ഞ 1 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് എന്തുവാ? ഞാൻ മോഹിക്കുകയായിരുന്നു എന്ത് ചെയ്തുകൊണ്ടിരുന്നത്. അവനോട് എന്ത് പറയണോന്ന് എനിക്കറിയില്ല, കാരണം അവൻ അറിഞ്ഞില്ലല്ലോ ഞാൻ മോഹിച്ചെന്നുള്ള കാര്യം. പക്ഷെ ദൈവത്തോട് ഏറ്റു പറയണം, ദൈവമേ ഞാനൊരു മഹാപാതകനാണെന്ന് എനിക്ക് ബോധ്യമായി. നിന്റെ വചനം പറഞ്ഞ് മോഹിക്കരുത്. ഞാൻ എത്ര കാലമായി മോഹിച്ചുകൊണ്ട് നടക്കുക. വേലക്കാരന്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരു നല്ല മനുഷ്യനുണ്ടായിരുന്നു, നല്ല ജോലി ചെയ്യുന്നവനാ. എല്ലാ ദിവസവും കൃത്യം 7 മണിക്ക് വന്ന് രാവിലെ 6 വരെ ജോലി ചെയ്ത് ഭംഗിയായിട്ട് ചെയ്ത് പോകുന്നവനാ. കുറച്ചു കാലം കൊണ്ട് എനിക്ക് ഒരാഗ്രഹം, ആ മനുഷ്യനെ എന്റെ വീട്ടിൽ ജോലിക്ക് കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന്. ഞാൻ ചെറിയ അടുത്ത് കൂടി അവനോടുള്ള, നിനക്ക് എത്ര രൂപ തരും, നിനക്ക് അല്പം കൂടെ കൂട്ടി തന്നാൽ എന്റെ വീട്ടിൽ നിൽക്കാമോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞു. അവനൊരു ചെറിയ ഉള്ളു കാശ് കിട്ടുമെങ്കിൽ ഞാൻ പരിഗണിക്കാമെന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് ഞാൻ വന്ന ഈ ന്യായപ്രമാണം എടുത്ത് വായിച്ചു നോക്കിയപ്പോഴാണ് നിന്റെ അയൽക്കാരന്റെ ദാസനെയോ ദാസിയോ മോഹിക്കരുത്. അപ്പൊ കർത്താവ്, ഞാൻ എന്തായി ചെയ്തുകൊണ്ടിരുന്നത്? ഭയങ്കര അന്യായമാണല്ലോ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്, അല്ലേ? ആ മനുഷ്യന്റെ ജോലിക്കാരനെ ഞാൻ മോഹിച്ചു തട്ടിയെടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഈ ന്യായപ്രമാണം എന്ന് പറയുന്നത് ഉചിതമായിട്ട് ഉപയോഗിച്ചാൽ നമുക്ക് ഒത്തിരി സഹായം ചെയ്യും. ഇപ്പൊ ന്യായപ്രമാണം ദൈവം തന്നത് പാപങ്ങളെ കുറിച്ചുള്ള ബോധം. അതാ പറയുന്നത്, ന്യായപ്രമാണത്താൽ പാപങ്ങളെ കുറിച്ചുള്ള ബോധമാണ് വരുന്നത്. ആശുപത്രിയിൽ പോയി ഒരു 10,000 രൂപയുടെ ടെസ്റ്റ് നടത്തിയാൽ അതേക്കുറിച്ച് വരുന്ന ഫലം എന്താണ്? രോഗങ്ങളെ കുറിച്ചുള്ള ബോധ്യം. രോഗസൗഖ്യം വരുമോ? സ്റ്റെതോസ്കോപ്പ് നെഞ്ചത്ത് 1 വർഷം മുഴുവൻ വെച്ചുകൊണ്ടിരുന്ന രോഗസൗഖ്യം വരുമോ? തെർമോമീറ്റർ ഒരാഴ്ച മുഴുവൻ വായിച്ചുകൊണ്ടിരുന്ന പനി മാറും? മാറില്ല. ഒരു ബോധം വരും. ഏതാണ്? എന്റെ പനി കൂടിക്കൂടിയാ വരുന്നത്. 90 ഉണ്ടായിരുന്നു, ഇപ്പത്തെ 100 101 102 103 ഇത് ശല്യമാണല്ലോ. അപ്പോഴാണ് എന്നോട് പറയുന്നുണ്ട്, അടുത്ത് മുറിയിരിക്കുന്ന ഒരു ഡോക്ടർ ഉണ്ട്, അദ്ദേഹത്തിന് അടുക്കെ ചെന്ന് കഴിഞ്ഞാൽ അദ്ദേഹം രോഗം മാറാനുള്ളതായിരിക്കുന്ന മരുന്ന് തരും. ന്യായപ്രമാണത്തെ പാപത്തെ കുറിച്ച് ബോധം വന്നപ്പോഴാണ് ഞാൻ വായിക്കുമ്പോ കർത്താവായ യേശു ക്രിസ്തു ന്യായപ്രമാണത്തെ നിവർത്തിച്ചു കഴിഞ്ഞു, ഇനിയും പുത്രൻ തമ്പുരാനിൽ വിശ്വസിക്കുന്നവന് രക്ഷയുണ്ട്, അതുകൊണ്ട് നീ കർത്താവിന്റെ അടുക്കിലേക്ക് ചെല്ലുക. നീ ന്യായപ്രമാണം നിന്നെ പാപിയാണെന്ന് മുദ്രയടിച്ചെങ്കിൽ കർത്താവ് നിന്നെ എന്ത് ചെയ്യും? നിന്റെ പാപത്തെ ക്ഷമിച്ച് നിന്നെ ദൈവത്തില. പക്ഷെ ന്യായപ്രമാണം വേണ്ടെന്ന് പറയാൻ ഒക്കില്ല. പൗരസ്വഴി വേണം, തീർച്ചയായിട്ടും വേണം. അത് ഉചിതമായി ഉപയോഗിക്കുന്നെങ്കിൽ വളരെ നല്ലതാണ്. പക്ഷെ അത് രക്ഷയ്ക്ക് വേണ്ടിയുള്ളതല്ല, പാപം ചെയ്യാതിരിക്കാനുള്ളതായിരിക്കുന്ന ഒരു വഴികാട്ടിയാണ് ന്യായപ്രമാണം. അങ്ങനെ ഒരു വഴികാട്ടി, ഒരു ഗൈഡാ. ഇതിലെ നീ മോഹിക്കരുത്, നീ വ്യഭിചാരം ചെയ്യരുത്, നീ കള്ളം പറയരുത്, നീ കള്ളസാക്ഷിയാകരുത്, നിന്റെ അപ്പനെയും അമ്മയും നീ ബഹുമാനിക്കണം, നിന്റെ അയൽക്കാരന്റെ ഒന്നും നീ മോഹിക്കരുത്, നിന്റെ ദൈവമായ യഹോവയുടെ നാമം നീ വൃഥാ എടുക്കരുത്. വഴികാട്ടിയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ ഒരാൾ, ഒരു സത്യക്രിസ്ത്യാനി രാവിലെ എഴുന്നേറ്റാൽ അവൻ കിടക്കാൻ പോകുന്നത് വരെ, അല്ല കിടന്നു കഴിഞ്ഞാലും അവന് വഴികാട്ടിയായി നിൽക്കുന്നത് ഈ 10 കൽപ്പനകളാണ്. അതിലെ ഈ ശാബദാചരണം ഒഴിച്ച് ആഴ്ചവട്ടത്തിന് 1-ാം നാൾ സഭായോഗങ്ങളെ അലക്ഷ്യമാക്കരുത് എന്നുള്ളതായിരിക്കുന്ന കൽപ്പനയാണ്. അപ്പോ അതുമായിട്ടാണ് വഴിട്ട് കിടക്കുമ്പോൾ കർത്താവ്, ഞാൻ എങ്ങനെയായിരുന്നു എന്ന് നിന്റെ നാമം ഏതെങ്കിലും സാഹചര്യത്തിൽ ഞാൻ വൃഥാ എടുത്തോ? അങ്ങനെ ഓരോ കൽപ്പനകളെ സംബന്ധിച്ച് ഞാൻ ചോദിച്ചിട്ട് എനിക്ക് കുറ്റബോധം വന്നെങ്കിൽ കർത്താവ് എന്നോട് ക്ഷമിക്കണമേ. കാൽവറിയിലെ രക്തം എന്റെ മേൽ തളിച്ച് എനിക്ക് ശുദ്ധി വരുത്തണം. ന്യായപ്രമാണം ഉചിതമായിട്ട് ഉപയോഗിച്ചാൽ നമുക്ക് ഭയങ്കര സഹായമാണ്. നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പാപത്തെക്കുറിച്ച് ഗ്രഹിക്കാത്ത ഒരാൾക്കും കൃപയെക്കുറിച്ച് ഗ്രഹിക്കാനായിട്ട് സാധിക്കില്ല. രോഗത്തെക്കുറിച്ച് അറിയാത്ത ഒരാൾക്ക് ഡോക്ടറെ ആവശ്യമുണ്ടോ? കർത്താവ് തന്നെ പറഞ്ഞ്, രോഗിക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. എനിക്ക് രോഗത്തെക്കുറിച്ച് യാതൊരു ബോധ്യതയും. ആളുകളൊക്കെ പറയുന്നത്, ബ്രദറെ ഒന്ന് ചെക്ക് ചെയ്യേ, ബ്രദറിന് ക്യാൻസറിന് ലക്ഷണമാണ് കാണുന്നത്. എന്ത് ക്യാൻസർ? ആർക്ക്? എനിക്കോ? നീ പോയി ചെക്ക് ചെയ്തു. ഞാൻ ഡോക്ടറെടുക്കെ പോകില്ല. പക്ഷെ ഡോക്ടറൊക്കെ പോകാതിരിക്കുന്നതുകൊണ്ട് എന്റെ രോഗം മാറാതിരിക്കുമോ? ഇല്ല, അതൊന്നും മാറാതിരിക്കും, അത് കൂടിക്കൊണ്ടേയിരിക്കും. ഞാൻ രോഗിയാണെന്ന് ബോധ്യം വരുമ്പോഴത്തേക്ക് മിക്കവാറും 4th സ്റ്റേജ് ആകും. ഇനി പെട്ടി വാങ്ങിച്ചാൽ മതി, അതേ കാലതാമസമൊന്നുമില്ല. ന്യായപ്രമാണം കാലോചിതമായി ഉപയോഗിക്കുന്ന ആളുകളെ പാപത്തിൽ നിന്ന് എപ്പോഴും രക്ഷപ്പെട്ടുകൊണ്ടിരിക്കും. കൊല ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ട്. കർത്താവ് പറഞ്ഞു, കൊല ചെയ്യുമെന്ന് പറഞ്ഞാൽ കത്തിയെടുത്ത് കുത്തിക്കൊല്ലുന്നത് മാത്രമല്ല, നീ നിന്റെ സഹോദരനോട് കാരണം കൂടാതെ കോപിച്ചാൽ നീ കൊലപാതകനാണെന്ന് പറഞ്ഞു.
ഞാൻ ഇന്നാ സഹോദരനോട് കോപിച്ചു, എന്തിനാ കർത്താവ്? ഒരു കാര്യമില്ലായിരുന്നു, ഞാൻ എന്തിനാ അവനോട് കോപിച്ചത്? ചിലപ്പോൾ നമുക്ക് കോപം വരും. അപ്പൊ ഞാൻ ഇന്ന് നിന്റെ മുൻപാകെ വലിയ കുറ്റക്കാരനാണ്. കാലിയുടെ രക്തം. ആ മനുഷ്യനോട് ചെന്ന് ക്ഷമ ചോദിച്ചു, കുറ്റമേറ്റു പറഞ്ഞു, കർത്താവിൻ്റെ അടുക്കൽ വന്ന് കുറ്റമേറ്റു പറഞ്ഞു, ക്ഷമാപണം പ്രാപിച്ചു, ശുദ്ധ മനസാക്ഷിയോട് കിടന്ന് ഉറങ്ങാനായിട്ട് കഴിയും. ഇതാ ന്യായപ്രമാണം നമുക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കുന്ന വലിയൊരു പ്രവൃത്തി. അപ്പൊ അങ്ങനെ ദൈവം 10 കൽപ്പനകളാണ് തന്നിട്ടുള്ളത്. അവിടുത്തെ നമ്മുടെ 10ാം കൽപ്പന എന്ന് പറയുന്നത്, ഞാൻ പറയാം, പഴയ നിയമത്തിന്റെ 10 കൽപ്പനകളും അത് ശബ്ദാചരണം ഒഴികെയുള്ളതായിരിക്കുന്ന കാര്യങ്ങളെല്ലാം. അപ്പൊ എന്താ പറഞ്ഞത്? ഒന്നാമത്തെ കൽപ്പന എന്താ പറയുന്നത്? എല്ലാവർക്കും അറിയാമല്ലോ. ഒന്നാമത്തെ കൽപ്പന എന്താ? ഞാനല്ലാതെ എന്റെ ദൈവം ഒന്നും കൊണ്ടാകരുത് അല്ലേ എന്ന് പറഞ്ഞാൽ, അതുകൊണ്ട് എന്താണ്? ദൈവം ഈ വചനങ്ങളൊക്കെയും അരുളി ചെയ്തു. അടിമ വീടായ മിസ്രയീം ദേശത്ത് നിന്ന് നിന്നെ കൊണ്ടുവന്ന യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത്. അതാണ് എന്ന് പറഞ്ഞാൽ, ദൈവം ഒരുവനേ ഉള്ളൂ. ദൈവത്തിന് തുല്യനായിട്ട് ആരുമില്ല. ദൈവത്തിന് എതിരാളിയില്ല. ദൈവത്തിന്റെ ഏകതയും വ്യതിരിക്തതയും നാം അംഗീകരിക്കണം. വേറൊരു ദൈവം ഉണ്ടാകാനായിട്ട് പാടില്ല. നമ്മളാരും വേറെ രാമനെയോ കൃഷ്ണനെയോ ശിവനെയോ മഹാലക്ഷ്മിയോ ഒന്നും നമ്മൾ ദൈവങ്ങളായിട്ടൊന്നും അംഗീകരിക്കുന്ന ആളുകളല്ല എന്ന് നമ്മൾ പറയും. അത് ശരിയാണ്. നിങ്ങൾ ചിലരൊക്കെ ഹിന്ദു മതത്തിൽ നിന്ന് വന്നവരാണ്. അക്കാലത്ത് നിങ്ങൾ അതിനെയൊക്കെ ആരാധിച്ച് ഇന്ന് അങ്ങനെ ആരാധിക്കുന്നവരല്ല നിങ്ങളെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇവിടെ പറഞ്ഞിരിക്കുന്നതായിരിക്കുന്ന പ്രമാണം അതുപോലെ ഉണ്ടോ? അടിമ വീടായ മിസ്രയീം ദേശത്ത് നിന്ന് നിന്നെ കൊണ്ടുവന്ന യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകരുത്. നമ്മൾ അന്യ ദൈവങ്ങളെ ഒന്നും സേവിക്കുകയില്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ചില സമയങ്ങൾ, ഇന്ത്യയിൽ ജനിച്ചു വളർന്നതുകൊണ്ടായിരിക്കാം, നമ്മുടെ മനസ്സിൽ ചില സമയങ്ങളിൽ ഭഗവാനെ എന്നൊരു ചിന്ത ഇങ്ങനെ അറിയാതെ കയറി വരും. ഹിന്ദുക്കളോട് നമ്മൾ സംസാരിക്കുമ്പോഴാ ഭഗവാൻ നിന്നോട് ക്ഷമിക്കില്ലെന്ന് പറയും. ഭഗവാൻ നിന്നോട് ക്ഷമിക്കില്ലെന്ന് പറയണേ ആദ്യം ആരുണ്ടാകണം? ഭഗവാൻ ഉണ്ടാകണ്ടേ? ഭഗവാൻ ഉണ്ടായിട്ടല്ലേ ഭഗവാൻ നിന്നോട് ക്ഷമിക്കുമെന്ന് പറയാൻ നോക്കൂ. അപ്പൊ എന്ന് പറഞ്ഞാൽ നാം എന്ത് അംഗീകരിച്ചു കഴിഞ്ഞു? നമ്മുടെ ദൈവമായ യഹോവ കൂടാതെ അവരുടെ ദൈവമായ ഭഗവാനും ഉണ്ട്. ആ ഭഗവാൻ ചില സമയങ്ങളിൽ ക്ഷമിക്കുകയും ഇല്ല. എന്റെ ഈശ്വര എന്നൊക്കെ പറയില്ലേ? ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ആരാ? ഈശ്വരൻ, പരമേശ്വരൻ ഒക്കെ പേരാണല്ലേ? അതൊക്കെ അവരുടെ ദൈവങ്ങളാണ്. അറിയാതെ പോലും അങ്ങനെയുള്ള വാക്കുകൾ നമ്മുടെ നാവിലെടുക്കാൻ നമുക്ക് അനുവാദമില്ല. യഹൂദന്മാർ യഹോവ എന്ന വാക്ക് പോലും ഉച്ചരിക്കില്ലെന്നാ പറയുന്നത്. പാരമ്പര്യം പറയുന്നത് അങ്ങനെയാ. അതൊരു തെറ്റായ പാരമ്പര്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ദൈവം മോശ മുഖാന്തരം ഇസ്രായേലിനോട് അരുളി ചെയ്തപ്പോൾ ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു എന്നാ പറയുന്നത്. ദൈവം ദൈവത്തെ പരിചയപ്പെടുത്തി കൊടുത്ത യഹോവ എന്നാ. പഴയ നിയമത്തില് യഹോവ എന്നുള്ളതായിരിക്കുന്ന വാക്ക്. എന്നാൽ യഹൂദന്മാര് അങ്ങനെ പറയുമ്പം പോലും അത് തെറ്റിപ്പോകാം, അല്ലെങ്കിൽ ഒരു ബഹുമാനത്തോടു കൂടി അല്ലാതെ വന്നാൽ ഈ കൽപ്പനയുടെ ലംഘനമാകുമെന്ന് വിചാരിച്ച് അവർ പറഞ്ഞു അഡോണായി എന്ന് പറഞ്ഞാൽ മതി. അഡോണായി എന്ന് പറഞ്ഞാൽ കർത്താവ് എന്നാ. യഹോവ എന്ന് കാണുന്നിടത്തല്ല അഡോണായി അഡോണായി എന്ന് പറഞ്ഞാൽ. അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ബഹുമാനപൂർവ്വം യഹോവ എന്ന് തന്നെ പറയണം. കാരണം ദൈവം ആ പേരിലാണ് വെളിപ്പെട്ടത്. വേറെ ഒരു ദൈവം നമുക്കില്ല. നമുക്ക് ഒരു ദൈവങ്ങളെയും നമുക്ക് അംഗീകരിക്കാനായിട്ട് സാധ്യമല്ല. ഇപ്പൊ മുസ്ലിങ്ങളോട് സംസാരിക്കുമ്പോൾ അനേകരും പറയാറുണ്ട് അവരുടെ അള്ളാഹു നമ്മുടെ യഹോവ ഒന്നാണെന്ന്. അവരുടെ അള്ളാഹു നമ്മുടെ യഹോവ ഒന്നല്ല. അവരുടെ അള്ളാഹു എന്ന് പറയുന്നത് അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നതായിരിക്കുന്ന അനേക ദേവന്മാരിൽ ഒരാളാണ്. ആ ദേവനെ മാത്രം വെച്ചുകൊണ്ട് മുഹമ്മദ് പറഞ്ഞു ഇനി ഇവൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു ദൈവം. മറ്റു ദേവന്മാരെ എല്ലാം നശിപ്പിച്ചു. നമുക്ക് അങ്ങനെ വളരെ വിശാല മനസ്കരായിട്ട് തീരാനായിട്ട് സാധിക്കുകയില്ല. നമുക്ക് ഏക സത്യ ദൈവമേ ഉള്ളൂ. ആ ദൈവത്തിന് നാം വധ എടുക്കുകയില്ല. ആ ദൈവം അല്ലാതെ വേറൊരു ദൈവത്തെ നമ്മൾ അംഗീകരിക്കുകയില്ല. ഒരു ദൈവത്തെ അംഗീകരിക്കും. 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങൾ വായിച്ചേ. അവിടെ ഈ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിനെ സംബന്ധിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. പറയുന്നുണ്ട് വിഗ്രഹാരാധികൾക്ക് സ്വർഗരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ലെന്ന്. അത് വിഗ്രഹാരാധികൾ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ലോകത്തിലെ ഏറ്റവും വലിയ പാപം ഏതാണെന്ന് ചോദിച്ചാൽ വിഗ്രഹാരാധനയാണ്. ഏറ്റവും വലിയ പാപം. അതിനൊക്കെ വലിയ പാപമില്ല. അത് വിട്ടു ഓടാനാ പറഞ്ഞു. വിഗ്രഹാരാധനയെ പറ്റി പറയുമ്പോഴാ പറഞ്ഞ അവന്റെ 3-4 തലമുറ വരെ ശപിക്കപ്പെട്ടിരിക്കുമെന്ന് പറഞ്ഞു. എന്നെ വെറുക്കുന്നവനാണ് വിഗ്രഹാരാധി എന്ന് പറഞ്ഞാൽ ദൈവത്തെ ഉണ്ടാക്കുന്നവനാണ്. ദൈവം മനുഷ്യനെ ഉണ്ടാക്കി, മനുഷ്യൻ ദൈവത്തെ ഉണ്ടാക്കുന്നു. അതിനൊക്കെ വലിയ പാപമുണ്ടോ? മനുഷ്യർ ലോകത്തെ സൃഷ്ടിച്ച ദൈവത്തെ മനുഷ്യൻ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ അതിനൊക്കെ വലിയ പാപമുണ്ട്. അതുകൊണ്ട് ദൈവത്തിന് ഒരു വിധത്തിന് സഹിക്കാവുന്ന ഒരു പാപമല്ല ദൈവത്തെ മനുഷ്യൻ ഉണ്ടാക്കുക എന്ന് പറയും. സൃഷ്ടാവിനെ എങ്ങനെയാ സൃഷ്ടിക്കുന്നത്? അപ്പൊ സൃഷ്ടാവിനെ സൃഷ്ടിക്കുക എന്ന് പറയുന്നത് അക്ഷന്തവ്യമായ ഒരു പാപമാണ്. അങ്ങനെയുള്ളവർക്ക് സ്വർഗരാജ്യത്തിലേക്ക് പോകാനേ അനുവാദമില്ല. പിന്നെ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പായിരുന്നു എന്നുള്ളത് കൊണ്ടും നാം അതൊക്കെ മാനസാന്തരപ്പെട്ട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചു എന്നുള്ളത് കൊണ്ട് ദൈവം നമ്മോട് ക്ഷമിക്കുന്നു. പക്ഷേ പലരും ഈ വിഗ്രഹാരാധനയുടെ ഗൗരവം അത്രത്തോളം മനസ്സിലാക്കുന്നത്. റോമൻ കത്തോലിക്കരായ ആളുകളോട് നിങ്ങൾ സംസാരിച്ചാൽ അവരുടെ
ചർച്ചിലുള്ളതായിരിക്കുന്ന രൂപങ്ങളൊന്നും വിഗ്രഹമെന്ന് അവർ പറയില്ല. അവർ പറയുന്നത് വിഗ്രഹം എന്ന് പറയുന്നത് അന്യദേവന്മാരുടെ രൂപങ്ങളാണ്. ശിവന്റെയും കൃഷ്ണന്റെയും രാമന്റെയും ഒക്കെയാണ് വിഗ്രഹം എന്ന് പറയും. യേശു ക്രിസ്തുവിന്റെയും അല്ലെങ്കിൽ വിശുദ്ധന്മാരുടെയും ഒന്നും അതൊക്കെ രൂപങ്ങളാണ്. പക്ഷേ കർത്താവ് കൽപ്പന തന്നത് എന്താ? മീതെ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കീഴെ വെള്ളത്തിലുള്ള യാതൊന്നിന്റെയും രൂപം ഉണ്ടാക്കരുത്, അവയെ നമുക്ക് നമസ്കരിക്കുക. ആരാധനയ്ക്ക് വേണ്ടി ദൈവത്വം സങ്കല്പിച്ചുകൊണ്ട് ദൈവത്വം ആരോപിച്ചുകൊണ്ട് നമുക്ക് ഒരു രൂപം ഉണ്ടാക്കാൻ നോക്കും. അത് ഈ തലയ്ക്ക് ചുറ്റും ഒരു പ്രകാശവലയം ഉണ്ടല്ലോ, ഹേലോ എന്ന് പറയും. റോമൻ കത്തോലിക്കരുടെ പടങ്ങളിലൊക്കെ നോക്കിയാൽ വിശുദ്ധ മാതാവിന്റെയും പിതാവിന്റെയും പുത്രൻ എല്ലാത്തിന്റെയും തലയ്ക്ക് ചുറ്റും ആ തലയ്ക്ക് ചുറ്റും ആ പ്രകാശവലയം വെച്ചിരിക്കുന്ന ഒരു ദൈവത്വം ആരോപിക്കുകയാണ്. ഇദ്ദേഹത്തിന് ദിവ്യത്വമുണ്ട്, ദൈവത്വമുണ്ട്. അങ്ങനെയുള്ളതായിരിക്കുന്ന ചില കലണ്ടറുകളും പടങ്ങളും ഒക്കെ വിശ്വാസികളുടെ പോലും വീടുകളിൽ ചിലപ്പോൾ കണ്ടിട്ടുണ്ട്. അത് ഞങ്ങളാരും ആരാധിക്കുന്നൊന്നുമില്ല, എന്നാ അവിടെ ഇരുന്നോട്ട്. ഉണ്ടാക്കരുതെന്നും ആരാധിക്കരുതെന്നും വണങ്ങരുതെന്നും രണ്ട് കൽപ്പനയാണ്. ഒന്നാം കൽപ്പന നിങ്ങൾ ലംഘിച്ചു, ഉണ്ടാക്കരുതെന്നുള്ളത് ലംഘിച്ചു. ഉണ്ടാക്കിയിട്ട് വേണ്ടേ ഇത് വണങ്ങാൻ? നിങ്ങൾ ഉണ്ടാക്കി വണങ്ങുന്നില്ലെന്ന് പറഞ്ഞിട്ട് കാര്യം. അപ്പൊ അത് ചെയ്യാനായിട്ട് പാടില്ല. അതുകൊണ്ട് പുതിയ നിയമത്തില് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു പാപം എന്ന് പറഞ്ഞാൽ വളരെ ഗൗരവമുള്ള പാപമാണ്. അത് വിട്ട് ഓടേണ്ടത് ആവശ്യമാണ്, വിട്ട് ഓടേണ്ടത് ആവശ്യമാണ്. യോഹന്നാൻ അങ്ങനെയാ പറഞ്ഞത്, വിട്ടോടുക, വിഗ്രഹാരാധന വിട്ടോടുക. അപ്പൊ രണ്ടാമത്തെ കൽപ്പന എന്താ? രണ്ടാമത്തേക്ക് ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്. മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലും ഉള്ള യാതൊന്നിന്റെ പ്രതിമയും വരുത്. അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. നിന്റെ ദൈവമായ യഹോവയായ ഞാൻ തീക്ഷ്ണതയുടെ ദൈവമാകുന്നു. എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം മൂന്നാമത്തെയും നാലാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കുകയും എന്നെ സ്നേഹിച്ച് എന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ ദയ കാണിക്കുകയും ചെയ്തു. രണ്ടാമത്തെ കൽപ്പനയുടെ എസൻസ് എന്താണ്? ദൈവം ആത്മാവാണ്. അതുകൊണ്ട് ആത്മാവായ ദൈവത്തെ ഭൗതികമായ യാതൊരു വസ്തുവിനെ കൊണ്ടും എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കരുത്. ആത്മാവായ ദൈവത്തെ ഭൗതികമായ യാതൊരു പ്രതിമ കൊണ്ടോ യാതൊരു രൂപം കൊണ്ടോ പടം കൊണ്ടോ പ്രതിദാനം ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കരുത്. ഇസ്രായേലിനോട് ആവർത്തന പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൽ പറയുമ്പോൾ ഇസ്രായേലിനെ കേൾക്കുക, ഹോരേബിൽ വെച്ച് ദൈവം പ്രത്യക്ഷമായപ്പോൾ നിങ്ങൾ രൂപമൊന്നും കണ്ടില്ല, ഒരു രൂപവും കണ്ടില്ല. നിങ്ങൾ ശബ്ദം കേട്ടതേ ഉള്ളൂ, ഒരു രൂപവും കണ്ടില്ല. യോഹന്നാൻ പറഞ്ഞപ്പോ കുഞ്ഞുങ്ങളെ വിഗ്രഹാരാധന വിട്ട് ഓടുവിനെന്നാ, ചെയ്യരുതെന്നല്ല പറയുന്നത്, വിട്ട് ഓടാനാ പറയുന്നത്. അപ്പൊ രൂപ വണക്കമെന്ന് പറയുന്നത് വളരെ വലിയ ഒരു പാപമായിട്ടായിരിക്കുന്നു. അപ്പൊ അത് ഞാൻ പറയാൻ കാരണം, ഇപ്പൊ നമ്മുടെ ഒന്നും വീടുകളിൽ വിഗ്രഹങ്ങളൊന്നും ഇല്ലെന്ന് പറയും. ശരി തന്നെയാണ്, നമ്മുടെ വീടുകളിൽ വിഗ്രഹങ്ങളൊന്നുമില്ല. പക്ഷെ നമ്മുടെ മനസ്സിലുണ്ടോ എന്നുള്ളതാണ്. കത്തോലിക്ക, യാക്കോബായ മുതലായ സമുദായങ്ങളിൽ നിന്നൊക്കെ രക്ഷിക്കപ്പെട്ടു വന്ന ആളുകളെ ചെറുപ്പത്തിൽ തുടങ്ങിയ ഈശോയുടെയൊക്കെ പടം ഇങ്ങനെ കണ്ട് അതിന് മുന്നിൽ നിന്ന് പ്രാർത്ഥിച്ചൊക്കെ ഇരുന്നൊക്കെ രക്ഷിക്കപ്പെട്ടു വന്നു കഴിഞ്ഞെങ്കിലും എന്റെ കർത്താവേ എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് വരുന്ന പടം ഏതാ? മനസ്സിലേക്ക് വരുന്ന പടം അവർ ചെറുപ്പം മുതലേ കണ്ട ആ പടത്തോടാണ് പിന്നെ അവർ പ്രാർത്ഥിക്കുന്നത്, എന്റെ കർത്താവേ. ഞങ്ങളൊക്കെ അങ്ങനെ ഭാഗ്യം ഉണ്ടായി, ചെറുപ്പത്തിലെ രക്ഷിക്കപ്പെട്ട കാലം മുതലേ ഇങ്ങനെയുള്ള പടങ്ങളൊന്നും കണ്ടല്ല പ്രാർത്ഥിച്ച്. ദൈവമേ എന്ന് വിളിച്ചപ്പോൾ ഒരു രൂപം കണ്ടല്ല വിളിച്ചത്. അതുകൊണ്ട് പിന്നെ ഇപ്പോഴും ദൈവമേ എന്ന് വിളിക്കുമ്പോഴും കർത്താവേ എന്ന് വിളിക്കുമ്പോൾ ഒരു രൂപം നമ്മുടെ മനസ്സിലേക്ക് വരില്ല. പക്ഷേ രൂപവണക്കങ്ങൾ ചെയ്തു വന്ന ആളുകൾക്ക് കർത്താവേ എന്ന് പറയുമ്പോൾ അവർ കണ്ടു പരിചയിച്ച ഒരു കർത്താവുണ്ട്. അത് നമ്മുടെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത നേരത്തെ നമ്മുടെ ആരാധനയും സ്തോത്രവും പ്രാർത്ഥനയും ഒക്കെ ആരോടാ? നമ്മുടെ ഹൃദയത്തിൽ കാലങ്ങളായിട്ട് പ്രതിഷ്ഠിച്ചതായ ആ രൂപത്തോടാണ്. അതിനെ അവിടുന്ന് എടുത്തു കളയണം. നമുക്ക് എടുത്തു കളയാതിരിക്കാൻ ഒക്കുകയില്ല. അങ്ങനെ ഒരു പടം മനസ്സിലേക്ക് വന്നാൽ ഉടനെ നമ്മൾ തന്നെ പറയണം, ഞാൻ ആ വിഗ്രഹത്തോടല്ല പ്രാർത്ഥിക്കുന്നത്, കർത്താവ് എന്ന് വിളിക്കുക, സ്വർഗത്തിരിക്കുന്ന കർത്താവിനോട് എന്ന് നമ്മള് ആവർത്തിച്ച് ഒരു 10 ദിവസം പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ അത് വരികയില്ല നമ്മൾക്കിലോ. പിന്നെ കർത്താവിനോട് പറയണം, കർത്താവെ, ഞാൻ കർത്താവെ എന്ന് വിളിക്കുമ്പോൾ ആ രൂപം എൻ്റെ മനസ്സിലേക്ക് വരാൻ നീ തടയണം, എനിക്കത് ഇഷ്ടമല്ല, എനിക്ക് സഹിക്കാവുന്നത്. അപ്പൊ ഇതൊക്കെ പ്രായോഗിക തലത്തിലെ വലിയ കാര്യങ്ങളാണ്. നമ്മൾ വിഗ്രഹാരാധന ചെയ്യുന്ന ആളുകളല്ല എന്നൊക്കെ പറയുന്നത് വളരെ ശരിയാണെങ്കിൽ നമ്മൾ വിഗ്രഹാരാധന ചെയ്യുന്ന ആളുകളാണെന്ന് എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്. മനഃപൂർവ്വമല്ലോ, അതിങ്ങനെ ഓട്ടോമാറ്റിക്കലി വരിക, ശീലിച്ചു പോയതോ. ആ ശീലത്തെ നമ്മൾ ബ്രേക്ക് ചെയ്തേ വെക്കും. കാരണം ദൈവം വെറുക്കുന്ന പാപം 3 തലമുറ വരെ, 2, 3, 4 തലമുറ വരെ ശപിക്കപ്പെട്ടിരിക്കുമെന്ന്. വിഗ്രഹാരാധന ചെയ്യുന്നവരുടെ 3-ാമത്തെയും 4-ാമത്തെയും തലമുറ, 2-ാമത്തെയും 3-ാമത്തെയാണ്, 3-ാമത്തെ 4-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ ശപിക്കപ്പെട്ടിരിക്കും. വിചാരിച്ചുള്ളൂ. ചിലപ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട്, ചില വീടുകളിൽ ഈ മാനസിക രോഗങ്ങൾ ഇങ്ങനെ തലമുറയായിട്ട് ഇങ്ങനെ നിൽക്കുന്നതിന്റെ കാര്യം എന്താണോ ആവും, അതെന്താന്ന് എനിക്കറിയില്ല. പക്ഷെ 3-4 തലമുറ വരെ ശപിക്കപ്പെട്ടിരിക്കുമെന്ന് പറഞ്ഞു വിഗ്രഹാരാധന ചെയ്യുന്ന ആളുകൾ. അപ്പൊ ചില ആളുകൾ ഭയങ്കര വിഗ്രഹാരാധികളാണ്. കഴുത്തേലും അരയിലും കയ്യേലും എല്ലായിടത്തും വിഗ്രഹത്തെ കെട്ടിക്കൊണ്ട് കിടക്കും. ക്രൂസിഫിക്സ്. ഈ ആശുപത്രികൾ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞവിടെ അവിടെ കാണും, കത്തോലിക്കടയാതെ അവിടെ ക്രൂസിഫിക്സ് കാണും. നമ്മള് ഒരു തുണിയോ ടൗലോ വല്ലതും എടുത്ത് അതങ്ങ് മൂടി അവിടെ വെക്കും, അല്ലെങ്കിൽ എടുത്ത് മാറ്റി വെക്കും. അത് പറഞ്ഞു ചോദിച്ചാൽ മതി, എനിക്ക് ക്രൂസിഫിക്സ് കണ്ട അസുഖം ഉണ്ടാകുന്ന.
1 രൂപ ഉണ്ടാക്കരുതെന്ന് പറഞ്ഞിട്ട് പിന്നെ അതുകൊണ്ട് ഞാൻ പോകുമ്പോൾ തിരിച്ചു വെച്ചേക്കാം, അതുവരെ എൻ്റെ മുന്നേ ഇരിക്കാൻ. അല്ലെ നിങ്ങളൊരു കാര്യം ഈ കട്ട് തിരിച്ചിട്ട് ഞാൻ ആ ഭിത്തിയിലോട്ട് നോക്കുന്നത് ഈ ഭിത്തിയെ നോക്കി കിടന്നോളൂ. ചില ആളുകൾ പറയും അതൊക്കെ അവിടെ നിന്നിട്ട് നമ്മൾ നോക്കണ്ടെന്ന് പറയും. ഈ സാധനങ്ങളൊക്കെ കണ്ടാൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന യാതൊരു സാധാരണ വിശ്വാസം എല്ലാവരും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഞാൻ പറയില്ലെങ്കിലും ഒരുപാട് പേരെ ഇൻഫ്ലുവൻസ് ചെയ്യും. നമ്മൾ അതിനെ അനുവദിക്കരുത്. ദൈവം വെറുക്കുന്ന പാപങ്ങളാണ് ഇതൊക്കെ. 3ാമത്തെ കൽപ്പന എന്താണ്? വൃഥാ എടുക്കരുത്. തന്റെ നാമം വൃഥാ എടുക്കുന്ന അവനെ യഹോവ. തന്റെ നാമം എടുക്കരുതെന്നല്ല പറഞ്ഞ. പിന്നെ ഈ വൃഥാ എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ആളുകൾ ചിലപ്പോൾ പറയാറുണ്ട് എൻ്റെ യേശുവേ, എൻ്റെ മാതാവേ എന്നൊക്കെ പറയില്ലേ എന്ന് പറഞ്ഞ പോലെ എൻ്റെ യേശുവേ, എൻ്റെ ഉണ്ണിയേശു, എൻ്റെ ഉണ്ണിയേശുവേ എന്നൊക്കെ പറയാറുണ്ട്. നീ ഇപ്പൊ എന്തിനാ കർത്താവിനെ വിളിച്ചത്? ഓ ചുമ്മാ നിങ്ങൾ പറഞ്ഞതല്ലേ, അങ്ങനെ എടുക്കണ്ട. ചിലയാള് സ്തോത്രം എന്ന് നീ ഇപ്പൊ എന്തിനാ സ്തോത്രം? വെറുതെ പറഞ്ഞതേ ഉള്ളൂ. ദൂതന്മാർ എവിടെയെങ്കിലും അത് കൊണ്ടുവെക്കും, ഏതെങ്കിലും സന്ദർഭത്തിൽ ആവശ്യമുള്ളപ്പോൾ സബ്ജക്റ്റ് ആയിട്ടും ഒബ്ജക്റ്റ് ആയിട്ടും ഒക്കെ അവരെ ഉപയോഗിച്ചെന്ന്. ദൈവത്തെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ വളരെ സുബോധമായിട്ട് ഗൗരവമായിട്ട് ദൈവത്തിന്റെ മഹത്വത്തെയും ദൈവത്തിന്റെ വിശുദ്ധിയെയും ഒക്കെ ബോധപൂർവ്വം ഓർത്തുകൊണ്ട് മാത്രം നിങ്ങൾ സംസാരിച്ചാൽ മതി, നിങ്ങൾ ചിന്തിച്ചാൽ മതി. കാഷ്വലി എടുക്കേണ്ട ഒരു നാമമല്ല, തമാശയ്ക്ക് വേണ്ടി എടുക്കേണ്ട ഒരു നാമമല്ല. അപ്പൊ പല ആളുകളും അങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, യേശുവിന്റെ നാമം എൻ്റെ ഈശോയെ എന്നൊക്കെ അങ്ങനെ പറയാറുണ്ട്. ഒരു കാര്യമില്ലാതെ പറയാറുണ്ട്. എൻ്റെ മാതാവ് എന്ന് പറയാറുണ്ട്. അതിന് മാതാവിന്റെ നാമം അത് എടുക്കരുതെന്നൊന്നും പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ടും എൻ്റെ മറിയെന്നാരും പറയാറില്ല. മാതാവിന്റെ പേര് മറിയെന്നല്ലേ, നാമമാണല്ലോ എടുക്കരുതെന്ന് പറഞ്ഞത്. അതുകൊണ്ട് എൻ്റെ മറിയെ എന്നാരും പറയാറില്ലെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നത്. ഞാൻ കേട്ടിട്ടില്ല ആരും എൻ്റെ മറിയെ, എൻ്റെ അമ്മയെന്നൊക്കെ പറയുമെന്ന് തോന്നുന്നല്ലേ. അപ്പൊ ദൈവത്തിന്റെ സ്വഭാവത്തെയും അധികാരത്തെയും ലഘുവായിട്ട് എടുക്കരുതെന്ന. ദൈവത്തിന്റെ സ്വഭാവത്തെയും ദൈവത്തിന്റെ അധികാരത്തെയും നാമം പ്രതികാരം ചെയ്യുന്നത് ദ നെയിം സ്റ്റാൻഡ്സ് ഫോർ എ പേഴ്സൺസ് ക്യാരക്ടർ, പേഴ്സൺസ് അതോറിറ്റി. അതൊക്കെ ഒരാളുടെ പേരെന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ അധികാരത്തെയും അദ്ദേഹത്തിന്റെ സ്വഭാവത്തെയും ഒക്കെ കാണിക്കുന്ന. ദൈവത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊന്നും തമാശയായിട്ട് എടുക്കരുത്. ആളുകളങ്ങനെ തമാശയായിട്ട് എടുക്കും ദൈവത്തെ സംബന്ധിച്ച്, അങ്ങനെ എടുക്കാൻ പാടില്ല. യഹൂദന്മാരുടെ ഇടയിൽ യഹോവ എന്നുള്ള പേര് അവർ ഉച്ചരിക്കാത്തത് അന്ധവിശ്വാസത്തിന്റെ ഭാഗമെന്നേ ഉള്ളൂ. ദൈവം തന്നെ വെളിപ്പെടുത്തുക ഈ പേരിൽ ഞാൻ വെളിപ്പെട്ടിട്ടില്ല, ഇതിനു മുമ്പ് യഹോവയെന്നാകുന്നു. പേരെന്താന്ന് ചോദിച്ചപ്പോൾ എൻ്റെ പേര് യഹോവയാകുന്നു, ഈ പേരിൽ ഞാൻ ഇതിനു മുമ്പ് വെളിപ്പെട്ടിട്ടില്ല. ഐ ആം ദ കവനന്റ് ഗോഡ്. ഇതാണ് ഇതിന്റെ അർത്ഥം. ഐ ആം ദ കവനന്റ് ഗോഡ്. ഞാൻ ഉടമ്പടി ദൈവമാണ്. പിതാവായ അബ്രഹാമിനോടും ഇസാക്കിനോടും യാക്കോബിനോടും ഒക്കെ ഉടമ്പടി ചെയ്ത ദൈവമാണ്. അപ്പൊ എൻ്റെ പേര് നിങ്ങൾ വൃഥാ എടുക്കരുത്, തമാശയായിട്ട് എടുക്കരുത്. ദൈവത്തിന്റെ സ്വഭാവത്തിന് നിരക്കാത്ത യാതൊരു പ്രവൃത്തിയും വാക്കും ദൈവമക്കൾക്ക് അനുവദനീയമല്ല. പഴയ നിയമത്തിലെ പ്രവാചകന്മാർ മുഖാന്തരം ദൈവം കണ്ടം ചെയ്ത ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ഹൃദയമില്ലാത്ത ആരാധനയാണ്. വെറുതെ അവർ ദൈവത്തെ ഇങ്ങനെ ആരാധിക്കും, അവരുടെ ഹൃദയമൊന്നും അവിടെയല്ല. യെശയ്യാപ്രവചനം 29 അധ്യായത്തിന്റെ 13 വാക്യങ്ങൾ അതേക്കുറിച്ച് ദൈവം യെശയ്യാപ്രവാചകനിൽ കൂടെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഹൃദയമില്ലാത്ത ആരാധന. എനിക്കും ചിലപ്പം തോന്നിയിട്ടുണ്ട്, നമ്മൾ ഞായറാഴ്ച വന്ന് സങ്കീർത്തനമൊക്കെ വായിച്ച് ദൈവത്തെ സ്തുതിക്കാമെന്ന് പറയുമ്പോൾ പല ആളുകളും ഹൃദയമില്ലാത്ത ആരാധനയാണ്. വെറുതെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ അതേ വാക്കുകൾ തന്നെ ഈ ആഴ്ചയും പറഞ്ഞു വെച്ചിരിക്കുന്നു. അതേ വാക്കുകൾ, അവരുടെ ഹൃദയമൊന്നും അതിലെങ്ങുമില്ല. ബോധപൂർവം ദൈവം ഈ ആഴ്ച ചെയ്തതായിരിക്കുന്ന നന്മകളെയോ അല്ലെങ്കിൽ ദൈവവചനത്തിൽ ദൈവത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതായിരിക്കുന്ന ദൈവത്തിന്റെ ആട്രിബ്യൂട്ട്സ്, ദൈവത്തിന്റെ സ്വഭാവ വിശേഷങ്ങളെ കുറിച്ച് ഒന്നും ചിന്തിച്ചുകൊണ്ടല്ല പറയുന്നത്. പഴയ നിയമത്തിലെ അനുസരണക്കേടിനെ ആഭിചാരത്തോട് അതുല്യപ്പെടുത്തിയിട്ടുള്ളത് അല്ലേ. ദൈവം ശമൂവേലിനോട് പറഞ്ഞ എങ്ങനെയാണ്? മത്സരം ആഭിചാരം പോലെയാണെന്ന് പറഞ്ഞു. അനുസരിക്കുന്നത് യാഗത്തെക്കാളും ദൈവത്തിന്റെ പ്രസാദമാണെന്ന് പറഞ്ഞു. മത്സരം ആഭിചാരമാണ്. അപ്പൊ നമ്മൾ ചില സമയത്ത് നമ്മൾ ഈ ദൈവത്തിന്റെ നാമത്തെ ഇത്രയും പവിത്രമായി മാത്രം പരിഗണിക്കേണ്ട നാം ചില സമയത്ത് ദൈവത്തിന്റെ നാമത്തെ വളരെ ലാഘവത്തോടുകൂടെ എടുത്ത് ഗൗരവമായ പാപം ചെയ്യുന്നില്ലേ എന്ന സംശയം എനിക്ക്. നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിന്റെ ഗൈഡിങ് പ്രിൻസിപ്പിളാണ്. ഇല്ല, ഞാൻ എൻ്റെ ദൈവത്തിന്റെ നാമം വൃഥാ എടുക്കുകയില്ല. ദൈവത്തെ വിളിച്ച് ഞാൻ സ്തോത്രം ചെയ്യുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ അത് അർത്ഥപൂർണമായിട്ട് ഭക്തിയോടെ, ദൈവം ആരാണെന്ന ബോധ്യതയോടുകൂടെ, ദൈവം എന്ത് ചെയ്തു എന്ന ബോധ്യതയോടുകൂടെ മാത്രമേ ഞാൻ പ്രാർത്ഥിക്കൂ. ആമോസ് 5-ാം അധ്യായത്തിന്റെ 21 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ ആരെങ്കിലും ഒന്ന് വായിച്ചു. അപ്പൊ ദൈവം പറയാണ് ഇസ്രായേലിനോട്, നിങ്ങളുടെ ഈ യാഗങ്ങളൊന്നും ഞാൻ പ്രസാദിക്കുക. തടിച്ച കാളകളെയൊക്കെ ഉണ്ടെന്ന് അറക്കുന്നത്, മേധമൊക്കെ ധാരാളം ദഹിപ്പിക്കുന്നത്, പക്ഷെ എനിക്ക് പ്രസാദമില്ല. കാരണം എന്താ? നീതിയും ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനവും ഇല്ലാതെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. പ്രവൃത്തികൾ അനീതിയാണ്. വെള്ളം പോലെ പരിജ്ഞാനം ഒഴുകട്ടെന്നാ പറയുന്നത്. നീതി ന്യായവും അതുപോലെ ആകട്ടെ. ജീവിതത്തിൽ നീതിയുമില്ല, ന്യായവുമില്ല, ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനവുമില്ല, പക്ഷേ യാഗമുണ്ട്, ആരാധനയുണ്ട്, സ്തോത്രമുണ്ട്. ദൈവം പറഞ്ഞു എനിക്കിത് പ്രസാദമില്ലെന്ന്. എനിക്കത് യാതൊരു പ്രസാദവും. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 21 മുതലുള്ളതായിരിക്കുന്ന വാക്യങ്ങളിലും സമാനമായ ആശയം അവിടെയും പറഞ്ഞിട്ടുണ്ട്.
എന്നോട് കർത്താവേ കർത്താവ്, താഴെയോട്ട് പറയുന്നുണ്ട് പല കാര്യങ്ങൾ, നീ കർത്താവ് നീ അത് ചെയ്തില്ല ഇത് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ വാക്കുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാമെന്ന് വെച്ചാൽ ആ വാക്കിന് പിന്നിൽ പ്രവൃത്തിയില്ലെങ്കിൽ ദൈവം പ്രസാദിക്കുകയില്ല. നിങ്ങൾ കർത്താവേ കർത്താവേ എന്ന് എത്ര നേരം വിളിച്ചാലും നിങ്ങളുടെ ഹൃദയം എൻ്റെ സന്നിധിയിൽ നേരുള്ളതല്ല. അപ്പൊ ഞാനത് പ്രസാദിക്കുകയില്ല, പ്രാർത്ഥനയും കേട്ടതായിട്ട് പോലും നടിക്കുകയില്ല. അത് നിങ്ങൾക്ക് പാപമായിട്ടേ കണക്കാക്കും. അപ്പൊ ചില സമയത്ത് നമ്മുടെ ആരാധനകളിലും ഒക്കെ ഇങ്ങനെ തന്നെയല്ലേ, നമ്മുടെ വ്യക്തി ജീവിതത്തിലും അങ്ങനെയൊക്കെ അല്ലേ. നമ്മൾ രാവിലെ എഴുന്നേറ്റ് പോകുന്നു, ജോലിക്ക് പോകുന്നു, അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്നു, അവിടെ എന്തെല്ലാം കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്, കൂട്ടുകാരുമൊത്ത് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഹോംവർക്ക് ചെയ്തില്ല, ടീച്ചർ പറഞ്ഞ ഹോംവർക്ക് ചെയ്തില്ല, ഒരുപാട് കാര്യങ്ങൾ ടീച്ചർ പറഞ്ഞ ഒന്നും ചെയ്തില്ല. പക്ഷെ നമ്മൾ അപ്പോഴും നമ്മൾ ഭക്തരാണെന്നാണ്, ഞാൻ ക്രിസ്ത്യാനിയാണ്, ഞാൻ ദൈവത്തിലാണ്. നീ ദൈവത്തിലാണെന്ന് പിന്നെ ടീച്ചർ പറഞ്ഞാൽ എന്താ ചെയ്യാത്തത്? കാരണം മേലധികാരികളെ അനുസരിക്കുക എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. നീ എന്താ ചെയ്യാത്ത? ഒരുപാട് ആളുകൾ അങ്ങനെ ചെയ്യും. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഹോംവർക്ക് ചെയ്യില്ല, പാഠം ചെയ്യില്ല, അധ്യാപകരെ ബഹുമാനിക്കുകയില്ല, മാതാപിതാക്കളെ അനുസരിക്കുകയില്ല. എങ്കിലും അവര് കുറച്ച് കഴിയുമ്പോൾ അവര് 6 വയസ്സാകുമ്പോൾ യേശുവിന്റെ പാവങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് അവരെ കൊണ്ട് നമ്മൾ പറയിപ്പിച്ചിട്ട് 10-12 വയസ്സാകുമ്പോൾ കുറെ കാര്യങ്ങൾ പറയും. കുറച്ചുകൂടെ ആയ ഒരു കോളേജിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അവർ മീറ്റിങ്ങിന് വരികയില്ല, ഒരു ക്ലാസ്സിന് വരികയില്ല, യൂത്ത് മീറ്റിങ്ങിന് അവർക്ക് താല്പര്യമേ ഇല്ല. അവരെ കൂടുതൽ സംസാരിച്ച് അവർ പറയുന്നത് എനിക്ക് താല്പര്യമുള്ള കാര്യമല്ല, അന്ന് ചെറുപ്പത്തിൽ വീട്ടിലെ നിർബന്ധത്തിന് ചില കാര്യങ്ങളൊക്കെ ചെയ്തതേ ഉള്ളൂ, എനിക്ക് ബോധ്യം ഉണ്ടായിട്ടൊന്നും ചെയ്തതല്ല. അങ്ങനെ ഒരു തലമുറയിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. കാരണം യാഥാർത്ഥ്യമില്ലാതെ അവരെ നിർബന്ധിച്ച് ആരാധിപ്പിച്ചത് കൊണ്ട് അവർക്ക് ഇന്നതിൽ താല്പര്യമില്ല. അപ്പൊ ഇത് വളരെ മാരകമായിരിക്കുന്ന ഒരു രോഗമായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ദൈവനാമത്തിന്റെ പവിത്രത മനസ്സിലാക്കി വളരെ ഭയത്തോടും ഭക്തിയോടും കൂടെ മാത്രം ദൈവത്തെ ആരാധിക്കുകയും ദൈവമേ എന്ന് വിളിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. നാം മനുഷ്യന്റെ കരങ്ങളിൽ ഉണ്ടാക്കിയതായ രൂപങ്ങൾ നമ്മുടെ വീടുകളിൽ കാണില്ലെങ്കിൽ നമ്മുടെ ഹൃദയങ്ങളിൽ പല രൂപങ്ങളുമുണ്ട്. കൊലോസ്യത്തിലൊക്കെ പറഞ്ഞിരിക്കുന്ന ദ്രവ്യാഗ്രഹമായ വിഗ്രഹാരാധന, ദ്രവ്യാഗ്രഹമായ വിഗ്രഹാരാധന എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സ്ഥാനത്ത് രണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിക്കാൻ കഴിയുകയില്ല. അപ്പോൾ അനേകരും മാമോനെയാണ് ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ആരെയാന്ന് ചോദിച്ചാൽ ദൈവത്തെയാ. അപ്പോൾ അത് ഭയങ്കരമായ വിഗ്രഹാരാധനയായിട്ടാണ് ദൈവം കാണുന്നത്, കർത്താവ് കാണുന്ന, അപ്പോസ്തലന്മാർ കാണുന്ന വിഗ്രഹാരാധന, ദിവ്യാഗ്രഹമായ വിഗ്രഹാരാധന. ദൈവത്തെ പണത്തിന്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചുകൊണ്ട് ദൈവമേ 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 എന്ന് വിളിക്കുക. വേറെ വിധത്തിൽ പറഞ്ഞാൽ ദൈവത്തെ പണം ഉണ്ടാക്കാനുള്ളതായിരിക്കും ഒരു മാർഗമായി ഉപയോഗിക്കുക. ദൈവം പണമാണ്, ആ പണം ഉണ്ടാക്കാനായിട്ട് ദൈവത്തെ വേലക്കാരനായി ദാസനായിട്ട് ഉപയോഗിക്കുക. അപ്പൊ ആ പണം യജമാനും ദൈവം ദാസനുമായി തീർത്തിരിക്കും. ഈ ദാസന്റെ ജോലി എന്താ? പണം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. കാരണം ദൈവത്തെ വർദ്ധിപ്പിച്ചു കൊടുക്കുക, ദൈവത്തെ വളർത്തുക എന്നുള്ളതാണ്. ഇതൊന്നും ദൈവം അംഗീകരിക്കുന്ന കാര്യങ്ങളല്ല എൻ്റെ പ്രിയമുള്ളവരെ. വ്യക്തികളായാലും കുടുംബങ്ങളായാലും സഭകളായാലും നന്നാകണമെന്ന് നാം ആഗ്രഹിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ജീവിക്കാനായിട്ട് സാധിക്കുകയും. അതുകൊണ്ട് വളരെ ഗൗരവമായിട്ട് തന്നെ വേണം. ദൈവത്തെ നാം ഭയപ്പെടണം. മൂന്നാമത്തെ കൽപ്പനയുടെ എസൻസ് അതാണ്, ദൈവത്തെ ഭയപ്പെടണം. ദൈവത്തിന്റെ നാമം സംബന്ധിച്ച് എരിവുള്ളവരായിരിക്കണം. ഗോലിയാത്ത് യഹോവയുടെ നാമത്തെ വെല്ലുവിളിച്ചപ്പോൾ ദാവീദിന്റെ രക്തം തിളച്ചു എന്നാണ്. ഈ അഗ്രചർമ്മിയായ മനുഷ്യൻ ജീവനുള്ള ദൈവത്തെ വെല്ലുവിളിക്കാൻ എന്ന് ഞാൻ അവന്റെ മാംസം ആകാശത്തിലെ പക്ഷികൾക്ക് ആഹാരമായി കൊടുക്കുമെന്നവൻ. അപ്പൊ ദാവീദിനെ ദൈവം എന്ന് കേട്ടാൽ, യഹോവ എന്ന് കേട്ടാൽ അവൻ രക്തം തിളയ്ക്കുമായിരുന്നു. 141 സങ്കീർത്തനത്തിന്റെ 3-ാമത്തെ വാക്യത്തില് ദൈവത്തെ ഭയപ്പെടുന്നവർ തങ്ങളുടെ നാവിനെ സൂക്ഷിക്കും എന്നൊരു പ്രയോഗമുണ്ട്. ദൈവത്തെ ഭയപ്പെടുന്നവർ തങ്ങളുടെ നാവിനെ സൂക്ഷിക്കും. യഹോവയുടെ വായിക്ക് നീ ഒരു കാവൽ നിർത്തി, എന്റെ വായിൽ നിന്ന് വരുന്നതായിരിക്കുന്ന വാക്കുകൾ നീ കാക്കണം. കാരണം ദൈവഭയമുള്ള ഒരു മനുഷ്യന് ഏറ്റവും അധികം കാവൽ ആവശ്യമായത് അവന്റെ വായിക്കാണ്. അധരങ്ങൾ കൊണ്ടാണ് ഏറ്റവും കൂടുതൽ പാപം ചെയ്യുന്ന മനുഷ്യൻ, സംസാരം കൊണ്ട്. യാക്കോബ് പറഞ്ഞ ഒരു മനുഷ്യൻ സംസാരത്തിൽ തെറ്റിയിട്ടില്ലെങ്കിൽ അവൻ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ കഴിയുമെന്ന് പറയും. വാക്കുകൊണ്ട് വാക്കിൽ തെറ്റാത്ത ആളുകൾ ഒരിക്കലെങ്കിലും വാക്കിൽ തെറ്റാതെ എന്നോട് ക്ഷമിക്കണം, ഞാൻ തെറ്റുപറ്റിപ്പോയി, ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറയേണ്ടതായിരിക്കുന്ന ഒരു സ്ഥിതി ഒരു മനുഷ്യൻ ഉണ്ടാകാൻ പാടില്ല. അതേക്കുറിച്ച് പറയുന്നത് 2 പ്രാവശ്യം ആലോചിച്ച ശേഷം വേണം വായിൽ നിന്നൊരു ശബ്ദം പുറത്തേക്ക് വരാൻ. കയ്യിൽ നിന്ന് പോകുന്ന കല്ല് പോലെയാണ്. വലിച്ച് കല്ലെറിഞ്ഞിട്ട് അയ്യോ അയ്യോ കർത്താവേ ആരെയും പോയി മുട്ടരുത്, ആരുടെ തലയ്ക്ക് കൊള്ളരുത് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതെപ്പോഴാണ് ചിന്തിക്കേണ്ടത്? കല്ലെടുത്തെറിയുന്നതിന് മുമ്പാണ് ചിന്തിക്കേണ്ടത്, അവിടെ ആരും കണ്ടിപ്പുണ്ടോ ഇല്ലയോ എന്നൊക്കെ. അശ്രദ്ധയോടെ കല്ലെറിഞ്ഞാൽ ഇനിയും പിന്നെ പ്രാർത്ഥിക്കുക ആരെയും. അതുപോലെ ആളുകൾ പലപ്പോഴും അശ്രദ്ധയോടെ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് പിന്നെ സോറി പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. യഹോവയുടെ നാമം വൃഥ എടുക്കരുതെന്ന് പറഞ്ഞപ്പോൾ യഹോവയുടെ നാമത്തെ സംബന്ധിച്ച് ഒരു കാര്യവും വൃഥ എടുക്കാൻ പാടില്ല. ആരാധനയാട്ടെ, ഒരു വാക്യം മനഃപ്പാടമാക്കുന്നതാട്ടെ, ഒരു കാര്യവും അലസതയോടെയും അയോഗ്യമായിട്ട് ചെയ്യാൻ പാടില്ല. അത് ഭയത്തോടു കൂടെ വേണം. മുസ്ലിങ്ങളൊക്കെ അവിടെ ഖുറാന് തൊടുന്നതിന് മുമ്പ് പോയി കൈ കഴുകിയിട്ട് വന്ന് വന്നു. യഹൂദന്മാരും അങ്ങനെയാണ്. അവർ വിശുദ്ധ ഗ്രന്ഥത്തെ തുറന്നതിനും കൈയൊക്കെ സോപ്പിട്ട് കഴുകി തുടച്ച് വൃത്തിയായി വന്ന് ഇരുന്നിട്ടേ അവർ തുടങ്ങും.
സത്യം കൂടുതൽ അറിയാവുന്ന നമ്മളൊക്കെ എന്താ ചെയ്യുന്നത്? ഞാൻ കണ്ടിട്ടുണ്ട് ബൈബിൾ എടുത്ത ആളുകൾ ഇട്ടിട്ട് അതിന്റെ പുറത്ത് ഇരിക്കുന്നത് കണ്ടു. ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ മണ്ണും ഒക്കെ അപ്പൊ ബൈബിൾ എടുത്ത് ഇട്ടിട്ട് അതിന്റെ പുറത്ത് മഴ പെയ്യുമ്പോൾ നനയാതിരിക്കാനായിട്ട് ഒരു ബൈബിൾ എടുത്താലേ ചിലപ്പം പിള്ളേർ വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ കയ്യിരിക്കുന്ന ബൈബിൾ കൊണ്ടാവട്ടെ തലക്കൊറ്റം കൊടുക്കും. അപ്പൊ ഈ ഗ്രന്ഥത്തോടുള്ള നമ്മുടെ സമീപനം എന്ന് പറയുന്നത് എങ്ങനെയാണ്? സത്യം അറിയാവുന്നവരായ നാമം ഈ ഗ്രന്ഥത്തോട് ഈ പുസ്തകം കൂടുതൽ പഠിക്കുന്നതോറും ഇതിന് ബഹുമാനം കുറഞ്ഞു വരുമെന്ന് ഞാൻ പറഞ്ഞു കേട്ടു. ഞാൻ സെമിനാറിലായിരുന്നപ്പോൾ ഞാനത് കണ്ടിട്ടുമുണ്ട്. ഈ ഹിബ്രു ലാംഗ്വേജ് ഒക്കെ പാഴ്സ് ചെയ്യാനും അത് ട്രാൻസ്ലേറ്റ് ചെയ്യാനും ഒക്കെ ഭാഗങ്ങളൊക്കെ തന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ രാത്രി മുഴുവൻ ഇരുന്നാൽ ഇതൊന്നും കിട്ടുകയുമില്ല, ഒന്നുമില്ല. അപ്പൊ ചില ആളുകളൊക്കെ ഇങ്ങനെ ഹീബ്രു ബൈബിളെടുത്ത് ജനലിൽ കൊണ്ട് രാത്രിയിൽ ടേറ് വെച്ച് കൊടുക്കും, 2 വാക്കും പറയും. എന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞ് പോയി എടുത്തോണ്ട് വരും. 2-3 മണിക്കൂർ ഒരു വാക്യം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി ഇരുന്നിട്ട് കിട്ടുന്നില്ല. അപ്പോഴാണ് ബൈബിൾ എടുത്തെറിയുന്നത്. അങ്ങനെയൊക്കെ ശീലിക്കുന്നവന് ഈ മെഡിക്കൽ കോളേജിലെ കടാവർ എന്ന് പറയുന്നത് ചത്ത ശവങ്ങൾ അവർ കൊണ്ടുണ്ട്. ഈ കടാവർ മുറിച്ചാണ് അവർ പഠിക്കുന്നത്. ആ കടാവർ മുറിക്കുമ്പോൾ വല്ല ബഹുമാനം തോന്നാറുണ്ടോ? ഇവന്റെ മഹാരാജാവായിരുന്നിരിക്കും, അല്ലെ ഇവന്റെ പ്രധാനമന്ത്രി ശരീരമായിരിക്കും, ഇവൻ ആരായിരുന്നു? നമുക്കൊണ്ടേ അവരെ സംബന്ധിച്ച് ഡെഡ് ബോഡി എടുക്കടാ മുറിക്കടാ ഇത്രേ ഉള്ളൂ എന്ന് പറഞ്ഞ പോലെ ആയിത്തീരും. കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും? ചില ആളുകൾക്ക് ഈ ബൈബിൾ എന്ന് പറയുന്നത് ഒരു ബന്ധവും നോക്കില്ല. ദൈവത്തിന്റെ വചനത്തെ നമുക്ക് പ്രധാനമെടുക്കാൻ സാധിക്കും. അറ്റ്മോസ്റ്റ് റെസ്പെക്ട്. ഇനിയിപ്പോ കൈ കഴുകിയിട്ടേ ബൈബിൾ തുറക്കാവൂന്ന് പറഞ്ഞാൽ അങ്ങനെ ആരെങ്കിലും വിചാരിക്കുന്നെങ്കിൽ അവർ നല്ലവരാ, തെറ്റല്ലേ? കാരണം ഇതൊരു വിശുദ്ധ ഗ്രന്ഥമാണ്. ഇത് എണ്ണയും അഴുക്കും പറ്റാൻ പാടില്ല. ഇത് നമുക്കറിയാം. ഈ പുസ്തകത്തെ അല്ല നമ്മൾ പൂജിക്കുന്നത്, ഈ പേപ്പറിനെയും ഇതിന്റെ കവറിനെയും അല്ല നമ്മൾ പൂജിക്കുന്നത്. ഇവിടെ എഴുതിയിരിക്കുന്ന വാക്കുകളെയും അതിന്റെ അർത്ഥവുമാണ് വചനം എന്ന് പറയുന്നത്. അപ്പൊ ചിലതിന്റെ ബാർജിൽ എങ്ങും ഒന്നും എഴുതാൻ പാടില്ല, നോട്ട് എഴുതാൻ പാടില്ല. കാരണം ഇത് വിശുദ്ധ ഗ്രന്ഥമാണ്. അവർ വിചാരിക്കുന്നത് ഈ പേപ്പറാണ് വിശുദ്ധമെന്നാണ്. അല്ല, ഇതിലെ വാക്യങ്ങളാണ് വിശുദ്ധമെന്ന് പറയും. പക്ഷെ അതിനെ വിശുദ്ധമായി തന്നെ പരിഗണിക്കണം, സാധാരണമായി പരിഗണിക്കുന്നത്. അപ്പൊ ദൈവത്തെ ഭയപ്പെടണം, ദൈവത്തിന്റെ നാമം വൃഥാ എടുക്കരുതെന്ന് പറയുന്നതിനകത്ത് ഇതെല്ലാം വരും. ദൈവവുമായി സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും വളരെ ഗൗരവത്തോടുകൂടി ദൈവിക കാര്യങ്ങളിൽ നമ്മൾ ഇടപെടണമെന്ന്. ദൈവം വിശുദ്ധനാണ്. അതുകൊണ്ട് നാം ദൈവത്തിന്റെ വിശുദ്ധിയെക്കുറിച്ചുള്ള ബോധത്തോടുകൂടെ നാം അതിലിടപെടണം. ദൈവത്തെക്കുറിച്ച് ആരും തമാശ പറയരുത്. കഴിഞ്ഞ ദിവസം ആരോ അങ്ങനെ ദൈവത്തെക്കുറിച്ച് ഏതോ ആകരുതാത്തൊരു വാക്ക് പറഞ്ഞായിട്ട് കേട്ടു. എനിക്കത് ഭയങ്കര, ഞാൻ ആ മനുഷ്യന്റെ പ്രോഗ്രാമേ പിന്നെ വാച്ച് ചെയ്യാറ്. അങ്ങനെ ദൈവത്തെക്കുറിച്ച് അങ്ങനെ പറയാൻ പാടില്ല. നമ്മുടെ ദൈവം അതിപരിശുദ്ധനായ ദൈവം. ആ ദൈവത്തെ ഭയപ്പെടുവാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് യാതൊരു അർത്ഥവും യാതൊരു അനുഗ്രഹവും നമുക്കുണ്ടാവില്ല. നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുകയില്ല. അതുകൊണ്ട് നമുക്ക് ദൈവത്തെ ഭക്തിയോടിരിക്കാൻ നമ്മുടെ ജീവിതത്തിന്റെ മാർഗനിർദ്ദേശമായിട്ട് ഈ 10 കൽപ്പനകൾ എടുക്കാം. അത് ദൈവത്തെ വളരെ ഗൗരവമായിട്ട് എടുക്കുകയും ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ ചിന്തകൾ, നമ്മുടെ വാക്കുകൾ, നമ്മുടെ സംസാരങ്ങൾ എല്ലാം വളരെ ബഹുമാനപൂർവ്വമായിരിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ അങ്ങനെ പഠിപ്പിക്കണം. ദൈവം എന്ന വാക്ക്, ദൈവസംബന്ധമായ വാക്ക്, ബൈബിൾ എന്ന പുസ്തകം ഒക്കെ വളരെ ബഹുമാനത്തോടുകൂടെ കൈകാര്യം ചെയ്യാൻ അവരെ പഠിപ്പിക്കണം. ചെറുപ്പത്തിലെ കാലം കൊണ്ട് ചവിട്ടുക, തൊഴിക്കുക, ഇതൊന്നും ബൈബിളിനെ സംബന്ധിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ. വളരെ ബഹുമാനത്തോടും ആദരവോടും കൂടെ മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനമാണിത്. ഈ വചനം പ്രകാരമാണ് ന്യായവിധി നടക്കാൻ പോകുന്നത്. പൗലോസ് പറഞ്ഞു, എൻ്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുന്നതാണ്. ഈ വചനപ്രകാരമാണ് ന്യായവിധി. അതുകൊണ്ട് നമ്മുടെ ന്യായവിധിയിൽ നാം തെറ്റുകാരായി കാണാതിരിക്കാനായിട്ട് നമുക്ക് ദൈവത്തെയും ദൈവിക കാര്യങ്ങളെയും ഏറെ ഗൗരവത്തോടുകൂടി എടുക്കാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.